ഏറ്റവും ബഹുമാന്യരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഏറ്റവും പൊരുത്തപ്പെടുന്ന സ്വാലിഹീങ്ങളിലും സജ്ജനങ്ങളിലും ഉൾപ്പെടുത്തുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനും അതിന്റെ പ്രചാരകരാവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പ് നടന്ന ക്ലാസിന്റെ ചോദ്യോത്തരവേളയിൽ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം ചില സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഉണ്ടായപ്പോൾ തബ്ലീഗ് ജമാഅത്ത് എന്ന ആ സംഘം, ആ പ്രസ്ഥാനം, അവരുടെ യഥാർത്ഥം എന്താണ് എന്ന് വിശദമായ പഠനം ആവശ്യമുണ്ട് എന്ന് ശ്രോതാക്കളിൽ നിന്ന് ആവശ്യമുയർന്നതിന്റെ പേരിലാണ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും തബ്ലീഗ് ജമാഅത്ത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. കഴിഞ്ഞ ആഴ്ച നടന്ന ക്ലാസിന്റെ തുടർച്ച എന്ന നിലയിൽ ചില കാര്യങ്ങൾ കൂടി ഇന്ന് പറഞ്ഞ് തബ്ലീഗ് ജമാഅത്ത് എന്ന ഒരു പ്രാസ്ഥാനിക ചർച്ച ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മുടെ ഈ ചർച്ചാ ക്ലാസ്സിൽ സുന്നത്ത് ജമാഅത്തിന്റെ എതിരിലുള്ള ബിദ്അത്ത് ബിദ്അത്ത് ആശയങ്ങൾ, അതിന്റെ തെറ്റും ശരിയും വേർതിരിക്കുന്ന പഠനമാണ് ആദർശ ചർച്ചയിൽ നമ്മൾ നടത്താറുള്ളത്. നടക്കേണ്ടതും അതാണ്. തബ്ലീഗ് എന്ന ആ സംഘടന വഹാബി പ്രസ്ഥാനത്തിന്റെ മറ്റൊരു രൂപത്തിലുള്ള ആളുകളെ വഹാബിസത്തിലേക്ക് ക്യാൻവാസ് ചെയ്യുന്ന, വഹാബിസം യഥാർത്ഥത്തിൽ ഉള്ളിൽ ഒളിപ്പിച്ച് തങ്ങൾ വഹാബികളാണെന്ന് ജനങ്ങൾ അറിയാത്ത കുതന്ത്രങ്ങളിലൂടെ ജനങ്ങളെ വഹാബിയത്തിലേക്ക് എത്തിക്കുന്ന ഒരു തന്ത്രം പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു പാർട്ടിയാണ് എന്നാണ് തബ്ലീഗിനെ കുറിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരൊക്കെ വിധി എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ബിദ്അത്തിനെതിരിൽ തന്നെ സംസാരിച്ചാൽ ആ ബിദ്അത്തിന്റെ കൂട്ടത്തിൽ ഈ തബ്ലീഗും ഉൾപ്പെടുന്നതാണ്. നാം പറയുന്ന ബിദ്അത്തുകാർക്ക് എന്തൊക്കെ ആശയങ്ങളുണ്ടോ ആ ആശയങ്ങളൊക്കെ കൃത്യമായി വിശ്വസിക്കുകയും ചില കാര്യങ്ങളിൽ വഹാബികളെക്കാൾ ഒരു പടി മുമ്പോട്ട് പോയി ചിലതൊക്കെ എഴുതുകയും പറയുകയുമൊക്കെ ചെയ്തവരാണ് തബ്ലീഗിന്റെ നേതാക്കളും ആ തബ്ലീഗിനെ ഉണ്ടാക്കിയ നേതാക്കന്മാരുടെ ഗുരുവര്യന്മാരുമൊക്കെ അത്തരക്കാരാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ചതിൽ അത് ബോധ്യപ്പെടുത്തുന്ന കുറെ ഉദ്ധരണികൾ തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത്. ഒരു പ്രസ്ഥാനത്തെ എതിർക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ രേഖകളിൽ നിന്ന് അവർ പറഞ്ഞത് എടുത്തുദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ വിലയിരുത്തേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ ചർച്ചയുടെ ചുരുക്കം തബ്ലീഗ് ജമാഅത്ത് വഹാബിസത്തിന് മറ്റൊരു പതിപ്പാണ് എന്നായിരുന്നു. അത് ബോധ്യപ്പെടുത്തുന്ന ധാരാളം ഉദ്ധരണികൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. മുഴുവൻ പറഞ്ഞു തീർക്കാൻ ഈ അവസരം SGVയിലെ ഈ ആദർശ പഠന ക്ലാസ് അതിന് മാത്രം ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല. നമ്മളിപ്പോൾ ഇൽമുൽ ഗൈബിനെ കുറിച്ച് വഹാബികളോട് പറയുന്ന, അല്ലെങ്കിൽ സ്ത്രീ ജുമുഅ ജമാഅത്തിനെ കുറിച്ച് വഹാബികളോട് പറയുന്ന, അല്ലെങ്കിൽ ശിർക്കിനെ കുറിച്ചോ തൗഹീദിനെ കുറിച്ചോ സുന്നത്തിനെ കുറിച്ചോ ബിദ്അത്തിനെ കുറിച്ചോ ഒക്കെ വഹാബികളുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം തബ്ലീഗ് ജമാഅത്തുകാർ ആ വഹാബികളോടൊപ്പമാണ്. അപ്പോ വഹാബിസത്തിനെ എതിർത്താൽ തന്നെ അത് തബ്ലീഗിനും ഉള്ള എതിർപ്പായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ബോധ്യപ്പെടുത്തുന്നതിന് ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ച ഒരു ഉദ്ധരണി ഇന്നത്തെ ക്ലാസിന്റെ ചർച്ചയുടെ തുടർച്ച എന്ന നിലയിൽ ഓർമ്മയ്ക്ക് വേണ്ടി ഒന്ന് ആവർത്തിക്കുകയാണ്. മുഹമ്മദ് ഇലിയാസ് ആണല്ലോ ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ.
അദ്ദേഹം പറഞ്ഞ മൊഴികൾ, അദ്ദേഹത്തിന്റെ വചനങ്ങൾ തന്റെ ശിഷ്യൻ മൻസൂർ നുഅ്മാനി എന്ന ആള് ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് മൽഫൂലാത്ത്. മൽഫൂലാത്ത് എന്ന വാക്കിനർത്ഥം മൊഴിമുത്തുകൾ എന്നൊക്കെയാണ് അവര് പറയാൻ. നമ്മൾ പറയുമ്പോൾ മൊഴികൾ എന്ന് പറഞ്ഞാൽ മതി, മുത്തല്ല. അദ്ദേഹത്തിന്റെ മൊഴികളാണ്, അയാൾ പറഞ്ഞ കാര്യങ്ങളാണ് മൽഫൂലാത്തിലുള്ളത്. ആ മൽഫൂലാത്തിന്റെ ഉദ്ധരണികൾ പലതും, അതിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും ഞങ്ങൾ വഹാബികളാകുന്നു എന്ന് അവർ തന്നെ വിളിച്ചു പറയുന്ന, മുഹമ്മദ് ഇലിയാസ് തന്നെ വിളിച്ചു പറയുന്ന ധാരാളം സത്യങ്ങൾ ആ മൽഫൂലാത്തിൽ ഉണ്ട്. അതിലെ ഒരു ഉദ്ധരണി, ഏറ്റവും ആദരണീയനായൊരു വ്യക്തിയായിരുന്നു മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി അവർകൾ. ഈ റഷീദ് അഹമ്മദ് ഗംഗോഹി, അതുപോലെ ഖലീൽ അഹമ്മദ് അംബേട്ടവി തുടങ്ങിയ ആളുകളൊക്കെ ഇദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരാണ്. അപ്പൊ അതിൽ ഗംഗോഹിയെ കുറിച്ച് പറയാണ്, ഏറ്റവും ആദരണീയനായ ഒരു വ്യക്തിയായിരുന്നു മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അതും മുജാഹിദ് നേതാവാണ്, വഹാബി നേതാവാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ലോകത്ത് പ്രചരിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളും എന്റെ വഴിയുമാണ് ഞാൻ സ്വീകരിക്കുന്നത്. എന്റേതായ ശൈലിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതെല്ലായിടത്തും വ്യാപിക്കുന്നതാണ്. മൽഫൂലാത്തിന്റെ 58-ാം പേജിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഈ ഉദ്ധരണി തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകനായ മുഹമ്മദ് ഇലിയാസ് തന്നെ പറഞ്ഞതാണ്. എന്താണ് അദ്ദേഹം അതിൽ പറയുന്നത്? റഷീദ് അഹമ്മദ് ഗംഗോഹി എന്ന വ്യക്തിയുടെ ആശയങ്ങൾ അത് ലോകത്ത് മുഴുവൻ പ്രചരിക്കേണ്ടതാണ്. അത് പ്രചരിക്കാനുള്ള മാർഗം എന്താണ്? ഞാൻ സ്വന്തമായി ആവിഷ്കരിച്ച വ്യത്യസ്തമായ എന്റെ ശൈലിയിൽ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചാൽ ആ സംഘത്തിലൂടെ റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ ആശയങ്ങളെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ സാധിക്കുമെന്നാണ്. റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ ആശയം എന്താണ്? അഇമ്മത്തുകൾ പറഞ്ഞ രീതിയിൽ നിന്ന്, അത്തരം ദീനീ പാഠങ്ങളിൽ നിന്ന് മുസ്ലിം ലോകത്തെ പിൻവലിക്കുകയും ഓരോരുത്തരും നേരിട്ട് തന്നെ ഖുർആനിലേക്കും ഹദീസിലേക്കും അത് കൈകാര്യം ചെയ്യാൻ അർഹതയുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ വകതിരിവൊന്നുമില്ലാതെ നേരിട്ട് ഓരോരുത്തരും ഇമാമുകളായി മാറണം. എന്നിട്ട് അവരവർക്ക് ബോധ്യപ്പെട്ട സത്യങ്ങൾ അനുസരിച്ച് ജീവിക്കണം. അതാണ് മദ്ഹബിന്റെ ഇമാമുകളിൽ നിന്നൊക്കെ പിറകോട്ട് പിടിച്ചു വലിക്കാൻ വിദ്യാർത്ഥികാർ കണ്ട മാർഗം. ആ മാർഗത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന വ്യത്യസ്തമായ വഴി ആകുന്നു തബ്ലീഗ് ജമാഅത്ത് എന്ന പ്രസ്ഥാനമെന്ന് വളരെ പച്ചയായി അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ യാഥാർത്ഥ്യം കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന ധാരാളം തെളിവുകൾ, അതുമാത്രമല്ല ഇവർ പൊക്കി നടക്കുന്ന ചില നേതാക്കന്മാർക്ക് നുബുവത്തിന്റെ വാദം വരെ തോന്നിപ്പിക്കുന്ന വാചകങ്ങൾ, ഞാൻ നബിയാണ് എന്ന് പറഞ്ഞില്ലെങ്കിലും നുബുവത്ത് ഞങ്ങൾക്കൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അതിന്റെ ലാഞ്ചനകൾ ഞങ്ങളിലൂടെ വന്നിട്ടുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുമാർ വഹാബി നേതാക്കൾ പോലും പറയാത്ത ചിലതൊക്കെ തബ്ലീഗിന്റെ നേതാക്കൾ പറഞ്ഞതായും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ തബ്ലീഗ് ജമാഅത്ത് ഇവിടെ ചെയ്യുന്നത് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി എന്ന ഈ നാലാലൊരു മദ്ഹബിനെ ഇസ്ലാമിന്റെ ശരീഅത്ത് പഠിക്കാൻ മാർഗമായി സ്വീകരിച്ച ഉമ്മത്തുകളെ ആ അയിമ്മത്തുകളെ പിന്നിൽ നിന്നും വേർതിരിച്ച് ഖുർആനിന്റെയും ഹദീസിന്റെയും നേരിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടുപോയാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉദ്ദേശിച്ച ലൈനിൽ മുസ്ലിങ്ങൾ എല്ലാവരും എത്തി കിട്ടും എന്ന ഒരു രീതിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അപ്പൊ പിന്നെ വഹാബികൾ ചെയ്യുന്ന അതേ ശൈലി തബ്ലീഗിന് പറ്റൂലല്ലോ. അപ്പൊ വഹാബി പ്രവർത്തനം തബ്ലീഗ് പ്രവർത്തനം ഒന്നായി മാറൂലേ? ഞങ്ങൾ വഹാബികളല്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ വ്യത്യസ്ത ശൈലിയാണ് എന്റേതായ ശൈലി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എന്റേതായ ശൈലിയിൽ എന്റെ ഗുരുനാഥനായ റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ ആശയങ്ങളെ ലോകത്ത് പ്രചരിപ്പിക്കൽ എന്റെ ലക്ഷ്യമാകുന്നു എന്ന് തുറന്നു സമ്മതിച്ച സ്ഥിതിക്ക് വഹാബിസത്തിന്റെ മറ്റൊരു രൂപമായി തബ്ലീഗ് ജമാഅത്തിനെ നമുക്ക് മനസ്സിലാക്കാം.
അവരുടെ ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതല്ലാത്ത ഒരു കാര്യവും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ തബ്ലീഗിനെ, ഒരു പ്രസ്ഥാനത്തെ എതിർക്കുക എന്ന കേവലം ഒരു എതിർപ്പിന് വേണ്ടി സമസ്തയോ കേരളത്തിലെ മുൻകാല പണ്ഡിതന്മാരോ, സമസ്തക്ക് മുമ്പും സുന്നികളാണല്ലോ കേരളത്തിലുണ്ടായിരുന്നത്, എല്ലാവരും സുന്നികളായിരുന്നു. അവരൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന് നിരക്കാത്ത ആചാരങ്ങളോ വിശ്വാസങ്ങളുമായി കടന്നുവരുന്ന ആളുകളെ എതിർത്തിട്ടുള്ളത് ആധികാരികമായി അത്തരക്കാരുടെ രേഖ പരിശോധിച്ചിട്ട് തന്നെയാണ്. സ്ഥാപക നേതാവിന്റെ ലക്ഷ്യവും അദ്ദേഹത്തിന്റെ വിശ്വാസവും അഖീദയും എങ്ങനെ, ഇത് പരിശോധിച്ചിട്ട് തന്നെ മുൻകാലങ്ങളിലും എതിർപ്പുണ്ടായിട്ടുള്ളൂ. ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് മാത്രമേ സമസ്തയുടെ പണ്ഡിതന്മാരും കേരളത്തിൽ അത് ചെയ്തിട്ടുള്ളൂ. അത് ബോധ്യപ്പെടുത്തുന്ന നമ്മുടെ ഉലമാഇന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്ന കുറച്ചുകൂടി കാര്യങ്ങൾ തബ്ലീഗിനെ കുറിച്ച് നമുക്ക് പറയാം. മുഹമ്മദ് ഇല്യാസ് വിഭാവനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ വഴി തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായ മൻസൂർ നുഅ്മാനി എഴുതിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് മൻസൂർ നുഅ്മാനി എഴുതിയ ഒരു ഗ്രന്ഥമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കി ഖിലാഫ് പ്രോപ്പഗണ്ട എന്ന പുസ്തകം. ഉറുദുവിലാണ്. അതിന്റെ ഒക്കെ തർജുമകൾ മലയാളത്തിൽ നമുക്കിന്ന് വാങ്ങാൻ കിട്ടും. ഉറുദു അതിന്റെ മൂല്യഗ്രന്ഥമാണ്. ഉറുദു അറിയുന്നവരെ സമീപിച്ച് അതിന്റെ ഒറിജിനൽ ഗ്രന്ഥം തന്നെ ആശയം നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ ഒരു ഉറുദു നന്നായി അറിയുന്ന ആൾക്ക് ഈ പറയുന്ന ആശയങ്ങൾ അതിൽ നിന്ന് വ്യക്തമായി ബോധ്യപ്പെടാനും സാധിക്കും. അപ്പോൾ ഈ നദ്വി സാഹിബിന്റെ ഉദ്ധരണി കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ചിരുന്നു, അത് ആവർത്തിക്കുന്നില്ല. എന്നാൽ മുഹമ്മദ് ഇല്യാസിന്റെ നേരെ ശിഷ്യനായ മൻസൂർ നുഅ്മാനി അഥവാ മൽഫൂദാത്ത് ക്രോഡീകരിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹം എഴുതിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബെ ഖിലാഫ് പ്രോപ്പഗണ്ട എന്ന പുസ്തകത്തിന്റെ 75-76 പേജുകൾ ചേർത്ത് വായിച്ചാൽ നമുക്ക് ഇങ്ങനെ അതിൽ കാണും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും അദ്ദേഹത്തിന്റെ ശിഷ്യപരമ്പരയിലെ ഉന്നതന്മാരുടെയും കിതാബുകൾ പരിശോധിച്ചാൽ യഥാർത്ഥ തൗഹീദിലേക്കും സുന്നത്തിന്റെ ഇത്തിബായിലേക്കും ക്ഷണിക്കുക, ശിർക്ക് ബിദ്അത്തുകളോട് പരമാവധി സന്ധിയില്ലാ സമരം നടത്തുക, ഇസ്ലാമിനെ അതിന്റെ തനതായ രൂപത്തിൽ അവതരിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനമെന്ന് നിസ്സംശയം ബോധ്യപ്പെടും. ഇന്ത്യയിലെ വഴിയറിയാത്ത ജനതയ്ക്ക് തഖ്വിയത്തുൽ ഈമാൻ എന്ന കൃതിയിലൂടെ ഷാ ഇസ്മായിൽ ഷഹീദ് നൽകിയ സന്ദേശം ഇതുതന്നെയായിരുന്നു. ഷഹീദിന് ശേഷം സമുന്നതരായ നേതാക്കൾ ഹസ്രത്ത് മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവിയും, അത് ദയൂബന്ദ് കോളേജിന്റെ സ്ഥാപകനാണ്. ഖാസിം നാനൂത്തവിയാണ് ദയൂബന്ദിലെ കോളേജ്, ഖാസിമി ബിരുദം കൊടുക്കുന്ന കോളേജ് സ്ഥാപിച്ച ആള്. അപ്പോ ഷെയ്ഖ് ഇസ്മായിൽ ഷഹീദ് നൽകിയ സന്ദേശം ഇത് തന്നെ ആയിരുന്നു പറഞ്ഞതിന് ശേഷം ഷഹീദിന് ശേഷം സമുന്നത നേതാക്കളായ ഹസ്രത്ത് മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവിയും ഹസ്രത്ത് മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹിയും അവരുടെ ഖലീഫമാരും ശിഷ്യന്മാരും അതേ സന്ദേശത്തിന്റെ പതാകവാഹകരായിരുന്നു. ഇത് പറയുന്നത് ആരാണ്? ഇന്ത്യയിൽ വഹാബിസം പ്രചരിപ്പിച്ച ഇസ്മായിൽ ദഹ്ലവി എന്ന ഇസ്മായിൽ ഷഹീദ്. ഇസ്മായിൽ ദഹ്ലവി ആരാ? ഇസ്മായിൽ ഷഹീദ് എന്ന് തബ്ലീഗുകാർ ഇന്ന് വാനോളം പൊക്കി നടക്കുന്ന ആളാണ് ഇസ്മായിൽ ദഹ്ലവി. എന്താണ് അദ്ദേഹത്തെ ഷഹീദ് എന്ന് പറയുന്നത്? ഡൽഹിയിലും മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരോടും നേതാക്കളോടും ബ്രിട്ടീഷുകാരുടെ ഒപ്പം ചേർന്ന് ഇവരെല്ലാം, ഈ മുസ്ലിങ്ങളെല്ലാം ബ്രിട്ടീഷ് ഭരണത്തിനെതിരാണെന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ സപ്പോർട്ട് വാങ്ങി ബറേൽവി സുന്നികൾക്കെതിരിൽ സമരം നടത്തി ആ സമരം മൂലമുണ്ടായ സംഘട്ടനത്തിൽ മുസ്ലിംകളോട് നടത്തിയ കലാപത്തിൽ കൊല്ലപ്പെട്ട ആളാണ് ഈ ഇസ്മായിൽ ദഹ്ലവി എന്ന ഇസ്മായിൽ ഷഹീദ്. അദ്ദേഹം ഇന്ത്യയിൽ വഹാബിസം കൊണ്ടുവന്നത് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാവുന്ന തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥവുമാണ്. ആ തഖ്വിയത്തുൽ ഈമാനിനെയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ച ഉദ്ധരണിയിൽ അബുൽ ഹസൻ അലി നദ്വി വാനോളം പുകഴ്ത്തിയ ഉദ്ധരണി ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചു. ഇവരൊക്കെ
ഇബ്നു അബ്ദുൽ വഹാബിന്റെ അത്തൗഹീദ് എന്ന ഗ്രന്ഥത്തിനേക്കാൾ മികച്ച ഗ്രന്ഥമാണ് ഇദ്ദേഹത്തിന്റെ തഖ്വിയത്തുൽ ഈമാൻ എന്ന് സമർത്ഥിച്ച ഉദ്ധരണി ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചിരുന്നു. ആ ഇസ്മായിൽ ദഹ്ലവിയെ കുറിച്ചാ പറയുന്നത്. ഇസ്മായിൽ ഷഹീദിന് ശേഷം ഖാസിം നാനൂത്തവിയും റഷീദ് അഹമ്മദ് ഗംഗോഹിയും അവരുടെ ഖലീഫമാരും ശിഷ്യന്മാരും അതേ സന്ദേശത്തിന്റെ പതാകവാഹകരായിരുന്നു. ഈ പറഞ്ഞവരെല്ലാം മുഹമ്മദ് ഇലിയാസിന്റെ ഗുരുനാഥന്മാരാണ്. മുഹമ്മദ് ഇലിയാസ് നേരത്തെ പറഞ്ഞതെന്താണ്? എന്റെ ഗുരുനാഥന്റെ മാർഗങ്ങൾ ഞാൻ കാണുന്ന പ്രത്യേക ശൈലിയിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ വേണ്ടിയാണ് തബ്ലീഗ് എന്ന പ്രസ്ഥാനത്തിന് ഞാൻ രൂപം നൽകിയിരിക്കുന്നതെന്നാണ് മുഹമ്മദ് ഇലിയാസ് നേരിട്ട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരോ ഇസ്മായിൽ ഷഹീദ് എന്ന ആ വ്യക്തിയും അദ്ദേഹത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള ഖാസിം നാനൂത്തവി, റഷീദ് അഹമ്മദ് ഗംഗോഹി തുടങ്ങിയ ആളുകളും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമൊക്കെ ഈ പറഞ്ഞ ഇസ്മായിൽ ദഹ്ലവി നടത്തിയ സമരത്തിന്റെ പതാകവാഹകർ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വഹാബിസത്തിന്റെ പതാകവാഹകർ തന്നെ എന്ന് ചുരുക്കം. നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. തബ്ലീഗുകാർ പറയാറുണ്ട് ഞങ്ങൾ വഹാബികളല്ല, വഹാബിസത്തോട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ നേരിട്ടുള്ള സംഭാഷണങ്ങൾ തബ്ലീഗിൽപ്പെട്ട ആരോടെങ്കിലും നടത്തിയാൽ അവര് നമ്മോട് തിരിച്ചു പറയാറുള്ളത് അതാണ്. പക്ഷെ അങ്ങനെ പറയുന്ന ഒരാളോട് നമുക്ക് തിരിച്ചു പറയാനുള്ളത്, നിങ്ങൾ ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കി ഖിലാഫ് പ്രൊപ്പഗണ്ട എന്ന പുസ്തകം അത് തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവായ ഈ നുഅ്മാനി എഴുതിയതാണ്. മൽഫൂലാത്ത് എന്ന ഈ മുഹമ്മദ് ഇലിയാസിയുടെ ഗ്രന്ഥം എഴുതിയ അതേ വ്യക്തി എഴുതിയതാണ് ഈ പറയുന്ന പ്രൊപ്പഗണ്ട എന്ന പുസ്തകം. അതിലാണ് വഹാബി നേതാക്കന്മാരോടുള്ള പ്രാമുഖ്യം വളരെ വ്യക്തമായ നിലയിൽ തബ്ലീഗിന്റെ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. തന്നെയുമല്ല, തബ്ലീഗിന്റെ നേതാവായ മുഹമ്മദ് ഇല്യാസ് തന്നെ താൻ ജീവിക്കുന്ന കാലത്തുള്ള മുസ്ലിങ്ങൾ ആരും ശരിയായ ദീനിലല്ലെന്നും എന്റെ ദീൻ മാത്രമാണ് സത്യത്തിലുള്ളതെന്നും ഞാനുണ്ടാക്കിയ പ്രസ്ഥാനത്തിൽ വരുന്നവർക്ക് മാത്രമേ നേരായ ദീൻ കിട്ടിയിട്ടുള്ളൂ, ഇതുവരെയുള്ള എല്ലാ മുസ്ലിങ്ങളും തെറ്റിലും പിഴവിലുമാണ് എന്ന് പ്രഖ്യാപിച്ചത് ഒന്നിലധികം സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ച് വ്യക്തമായ ബോധം ഉള്ള ഒരാൾക്ക് ഇതുവരെ ജീവിച്ച മുസ്ലിങ്ങളൊക്കെ പിഴവിലാണെന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, റസൂലുള്ളാഹിക്ക് ശേഷം പിന്നീട് ജീവിച്ചവരൊന്നും ശരിയായ പാതയിലല്ല എന്ന് പറഞ്ഞതിൽ ഒന്നാം നൂറ്റാണ്ടുകാരായ ഉത്തമ നൂറ്റാണ്ടുകാർ പോലും ഉൾപ്പെടുന്ന ശൈലിയിലാണ് അന്ന് അദ്ദേഹം പറഞ്ഞ ഉദ്ധരണി ഞാൻ വായിച്ചത്. വേറെ ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ തരുന്നു. മുസ്ലിം സമുദായം സംഘടിതമായും ഒറ്റക്കും ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം യാതൊന്നും ഇബാദത്തായാലും വിദ്യാഭ്യാസ പ്രവർത്തനമായാലും മുഴുവൻ വഴികളിലും ദുർമാർഗത്തിലും ആകുന്നു. അമ്പിയാക്കൾ അനുവർത്തിച്ച മാർഗത്തിലല്ല, യഥാർത്ഥ മാർഗം തന്റേത് മാത്രമാണ്. ഇത് ഇല്യാസി പറഞ്ഞത് മൽഫൂലാത്ത് എന്ന ഗ്രന്ഥത്തിന്റെ 12-ാം പേജിലാണ്. അതോടൊപ്പം തബ്ലീഗുകാർ നടത്തുന്ന ഹഖീഖത്ത് മാസിക 1984 ഏപ്രിൽ ലക്കം പേജ് 36-37 അവിടെ വായിച്ചാലും ഇല്യാസി പറഞ്ഞതായി ഈ പറഞ്ഞ ഉദ്ധരണി കാണാൻ പറ്റും. മുസ്ലിം സമുദായം സംഘടിതമായും ഒറ്റക്കും ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം യാതൊന്നും അത് ഇബാദത്തായാലും വിദ്യാഭ്യാസ പ്രവർത്തനമായാലും മുഴുവൻ വഴികളിലും ദുർമാർഗത്തിലും ആകുന്നു. അമ്പിയാക്കൾ അനുവർത്തിച്ച മാർഗത്തിലല്ല, യഥാർത്ഥ മാർഗം തന്റേത് മാത്രമാകുന്നു. ഇത് ഇല്യാസി പറയുകയാണ്. എത്ര അപകടം നിറഞ്ഞ ഒരു വരികളാണ് ആ വായിച്ചിട്ടുള്ളത്. യഥാർത്ഥ ദീൻ തബ്ലീഗ് മാത്രമാണ്. ഒന്നുകൂടെ പറയാം, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം മുസ്ലിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതെന്തോ അവ മുഴുവൻ പഠിപ്പിക്കുകയത്രേ. നമ്മുടെ സംഘത്തിന്റെ ചുറ്റിത്തിരിയലും തബ്ലീഗിന് നെസ്റ്റെന്ന് പറഞ്ഞാൽ നടക്കൽ, സഞ്ചാരം. നമ്മുടെ സംഘത്തിന്റെ ചുറ്റിത്തിരിയലും തബ്ലീഗ് നെസ്റ്റും പ്രസ്തുത ഉദ്ദേശത്തിന്റെ പ്രാഥമിക മാർഗമാകുന്നു. കെലിമയും നമാസുരുവിടലും തൈലീമും നമ്മുടെ ലക്ഷ്യത്തിന്റെ അരിഫുബാത്ത
മാത്രമാകുന്നു. അതായത് ABCD മാത്രമാകുന്നു. അപ്പൊ ജനങ്ങളെ നിസ്കരിപ്പിക്കല്, തഅലീമ് എന്ന് പറഞ്ഞ് ക്ലാസ് സംഘടിപ്പിക്കല് എന്നിവയൊക്കെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ABCD മാത്രമാണ്, ബാലപാഠങ്ങൾ മാത്രമാണ്. ലക്ഷ്യം ഏതാകുന്നു? നേരത്തെ പറഞ്ഞല്ലോ, തന്റെ ഗുരുനാഥന്മാരുടെ ആശയത്തെ പ്രചരിപ്പിക്കലാണ്. ഇത് മൽഫൂദാത്തിന്റെ 31-ാമത്തെ പേജിൽ മുഹമ്മദ് ഇല്യാസ് തന്നെ പറഞ്ഞതാണ്. ഇനി മുഹമ്മദ് ഇല്യാസിന്റെ ശിഷ്യനായ ഹസൻ ഖാൻ പറയാണ്, അധോഗതിയുടെയും മതസ്വാതന്ത്ര്യത്തിന്റെയും ഈ കാലഘട്ടത്തിൽ ലോകത്തിലെ ഭൂരിപക്ഷവും മതമാത്സര്യത്തിന്റെയും ശിർക്കിന്റെയും തീക്ഷ്ണമായ വേലിയേറ്റത്തിൽപ്പെട്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് 40 വർഷം മുമ്പ് മുസ്ലിം സമുദായത്തിന് ദീനീ ജീവിതത്തിന്റെ ആത്മാവ് വിട്ടുകൊടുക്കാനായി മുഅ്ജിസത്ത് എന്ന അമാനുഷികതയുടെയും ഖവാരിഖ് എന്ന അസാധാരണ സംഭവങ്ങളുടെയും രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യത്തിൽ ഷാഹ് മുഹമ്മദ് ഇസ്മായിലിനെ സ്വീകരിക്കുകയുണ്ടായി. ഇല്യാസിയുടെ ഒരു ശിഷ്യൻ തന്റെ നേതാവാവുന്ന ഇല്യാസിയെക്കുറിച്ച് പറയാണ്, നുബുവത്തിന്റെ പദവിയിൽ വരെ മുഹമ്മദ് ഇല്യാസി എത്തിയിരിക്കുന്നു. ഇല്യാസി പറയുന്നത് നേരത്തെ പറഞ്ഞ 2 ഉദ്ധരണിയിലും ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങളാരും നേരിന്റെ പാതയിൽ അല്ല, ഞാനുണ്ടാക്കുന്ന പ്രസ്ഥാനമാണ് നേരിലുള്ളത്, ബാക്കിയെല്ലാം തെറ്റാകുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ഈ വായിച്ചത് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനാണ്, മുഹമ്മദ് ഹസൻ ഖാൻ എന്ന് പറയുന്ന ശിഷ്യൻ. ഒന്നുകൂടി ശ്രദ്ധിച്ച് നിങ്ങൾ ആ വരികൾ ശ്രദ്ധിച്ചു നോക്ക്. അധോഗതിയുടെയും മതസ്വാതന്ത്ര്യത്തിന്റെയും ഈ കാലഘട്ടത്തിൽ ലോകത്തിലെ ഭൂരിപക്ഷവും, ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, ലോകത്തിലെ ഭൂരിപക്ഷവും മതമാത്സര്യത്തിന്റെയും ശിർക്കിന്റെയും തീക്ഷ്ണമായ വേലിയേറ്റത്തിൽപ്പെട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് 40 വർഷം മുമ്പ് മുസ്ലിം സമുദായത്തിന് ദീനീ ജീവിതത്തിന്റെ ആത്മാവ് വിട്ടുകൊടുക്കാനായി മുഅ്ജിസത്ത് എന്ന അമാനുഷികതയുടെയും ഖവാരിഖ് എന്ന അസാധാരണ സംഭവങ്ങളുടെയും രൂപത്തിൽ അല്ലാഹു തആല അവന്റെ ഔദാര്യത്തിൽ ഷാഹ് മുഹമ്മദ് ഇസ്മായിലിനെ സ്വീകരിക്കുകയുണ്ടായി. ഭാരതത്തിന്റെ തലസ്ഥാനമായി മാറിയ ഡൽഹി പട്ടണത്തിനടുത്ത് നിസാമുദ്ദീൻ പ്രദേശത്തെ ബംഗ്ലാവാലി പള്ളിയിൽ നിന്ന് ദീനിന്റെ ശരിയായ പ്രചാരണ ശ്രമം സമയോചിതമായി ആരംഭിക്കുകയും ഡൽഹിയിലെ തെക്ക് ഭാഗത്തുള്ള മേവാത്ത് പ്രദേശത്ത് വെച്ച് അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഇത് മിഫ്താഹുത്ത് തബ്ലീഗ് എന്ന പുസ്തകത്തിന്റെ 7-ാമത്തെ പേജിലാണ് ഈ മുഹമ്മദ് ഹസൻ ഖാൻ എഴുതിയ ബുക്കാണ്. അതിന്റെ 7-ാം പേജിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണ് അതിൽ അപകടകരമായ വഴിയുള്ളത്? മുസ്ലിങ്ങളെല്ലാം വഴികേടിലായി സത്യത്തിൽ ആരുമില്ലാത്തൊരു കാലഘട്ടത്തില് മുഅ്ജിസത്തിന്റെയും ഖവാരിഖ് എന്ന് പറഞ്ഞ അസാധാരണ സംഭവം കറാമത്തിന്റെയും മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും വഴികളിലേക്ക് അല്ലാഹു തആല അവന്റെ ഔദാര്യം കൊണ്ട് ഷാഹ് മുഹമ്മദ് ഇല്യാസിനെ സ്വീകരിച്ചു. അഥവാ ഒരു നുബുവത്തിന്റെ പദവി പോലെ മുഹമ്മദ് ഇല്യാസ് നബിയാണെന്ന് വാദിച്ചില്ല. പക്ഷേ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അമ്പിയാക്കന്മാർക്ക് മാത്രം പ്രത്യേകമായതല്ലേ സുഹൃത്തുക്കളെ? മുഹമ്മദ് ഇല്യാസിനെ മുഅ്ജിസത്തിന്റെ പാതയിലേക്ക് അല്ലാഹു തആല തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ കറാമത്ത് മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഒരു വലിയായി കണ്ടു എന്ന് വെക്കാം. ഇവിടെ പറഞ്ഞത് അങ്ങനെയല്ല. മുസ്ലിങ്ങൾ വഴിവേച്ചു കിടക്കുന്ന സമയത്ത് ദീനീ ജീവിതത്തിന്റെ ആത്മാവ് വിട്ടുകൊടുക്കാനായി മുഅ്ജിസത്ത് എന്ന അമാനുഷികതയുടെയും ഖവാരിഖ് എന്ന അസാധാരണ സംഭവങ്ങളുടെയും രൂപത്തിൽ അല്ലാഹു തആല ഷാഹ് മുഹമ്മദ് ഇസ്മായിലിനെ സ്വീകരിക്കുകയുണ്ടായി. അമ്പിയാക്കന്മാരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്റെ റിസാലത്തിന് വേണ്ടി എന്ന പോലെ മുഹമ്മദ് ഇല്യാസിനെ അല്ലാഹു തആല സ്വീകരിച്ചു എന്നാണ് പ്രവാചകനെ കുറിച്ച് പറയുന്നത് പോലുള്ള ഒരു പരാമർശം ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാള് നേതാവിനെ കുറിച്ച് പറയുകയാണ്. ഇനി ഈ നേതാവ് തന്നെ തന്റെ ലഹീറുൽ ഹസൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനോട്, മുഹമ്മദ് ഇല്യാസ് പറയാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യനല്ല, സുഹൃത്തായ ഒരാളാണ് ലഹീറുൽ ഹസൻ. ഈ ലഹീറുൽ ഹസനോട് പറഞ്ഞതായി ദീനി ദഅവത്ത് എന്ന പുസ്തകത്തിന്റെ 205-ാം പേജിലുണ്ട്. ദീനി ദഅവത്ത് എന്ന് പറയുന്ന പുസ്തകം തബ്ലീഗുകാർ ഇപ്പോഴും പള്ളികളിലൊക്കെ അവരെ ഈ പ്രചരണത്തിനിടക്ക് വായിച്ചു കൊടുക്കുകയും
പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പുസ്തകമാണ് ദീനി ദഅവത്ത്. ആ ദീനി ദഅവത്ത് എന്ന പുസ്തകത്തിൽ മുഹമ്മദ് ഇലിയാസ് തന്റെ കൂട്ടുകാരനായ ലഹീറുൽ ഹസനോട് പറഞ്ഞത് വരികൾ കണ്ടോ? ലഹീറുൽ ഹസൻ, ജനങ്ങൾ ധരിച്ചിട്ടുള്ളത് ഇത് നിസ്കരിപ്പിക്കാനുള്ളൊരു പ്രസ്ഥാനമാണെന്നാണ്. ഞാൻ സത്യം ചെയ്ത് പറയട്ടെ, ഇതൊരിക്കലും നിസ്കരിപ്പിക്കാനുള്ള സംഘമേ അല്ല. എന്റെ ലക്ഷ്യം ഒരു പുതിയ കക്ഷിയെ ഉണ്ടാക്കലാകുന്നു. ദീനി ദഅവത്തിന്റെ പേജ് 205. അപ്പൊ ഈ നിസ്കരിപ്പിക്കുക, ആളെ പിടിച്ചു കൊണ്ടുവരിക, നീണ്ട കുപ്പായ ഇടിയിക്കുക, വലിയ താടി ഒപ്പിക്കുക, തലയിക്കെട്ട് കെട്ടുക, വേഷം ധരിപ്പിക്കുക എന്ന ഈ പ്രാഥമിക പ്രവർത്തനങ്ങളെല്ലാം പിന്നിൽ ഒളിച്ചു വച്ചിരിക്കുന്ന വലിയ അപകടകരമായ ഒരു ലക്ഷ്യത്തിലേക്ക് ഈ ആളുകളൊക്കെ എത്തിക്കാനുള്ള ഒരു ജാടകളായി മാത്രമാണ് ചെയ്യുന്നത് എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? ആളുകൾ വിചാരിച്ച് നിസ്കരിപ്പിക്കാനുള്ള പ്രസ്ഥാനമാണെന്നാണ്. സത്യം ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ പേര്, ഞാൻ സത്യം ചെയ്തു പറയട്ടെ. എന്താ? ഇതൊരിക്കലും നിസ്കരിപ്പിക്കാനുള്ള സംഘമേ അല്ല. എന്റെ ലക്ഷ്യം ഒരു പുതിയ കക്ഷിയെ ഉണ്ടാക്കലത്രേ. ദീനി ദഅവത്ത് പുസ്തകം പേജ് 205 നോക്കണം. ഒന്നുകൂടെ, ലോകത്തിന്റെ ഏത് ഭാഗത്ത് താമസിക്കുന്നവനായാലും അർത്ഥവും ഉദ്ദേശവും പൂർണ്ണമായി ശ്രദ്ധിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യം ഉച്ചരിക്കുകയും സമുദായ സേവനത്തിൽ ഔത്സുക്യവും സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി യോജിക്കുകയും ചെയ്യുന്നവർക്ക് ഈ സംഘടനയുടെ മെമ്പർമാരാകാവുന്നതാണ്. അതല്ലാത്ത മറ്റൊരു നിബന്ധനയും ഇതിൽ പ്രവേശിക്കുന്നതിനില്ല. നല്ലപോലെ ശ്രദ്ധിക്കുക. നമ്മൾ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിൽ അംഗത്വം കിട്ടണമെങ്കിൽ കലിമത്തു ഷഹാദ തലക്കെന്ന് ചൊല്ലി അതിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നാണ്. അത് അവരുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുമുണ്ടത്രേ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൃത്യമായ ഒരു മെമ്പറായി അവരെടുക്കണമെങ്കിൽ കലിമത്തു ഷഹാദ ചൊല്ലി. അപ്പോ ഇതുവരെയുള്ള മുസ്ലിങ്ങളൊക്കെ പിഴവിലാണ്. തക്ലീദ് എന്ന മാല ഞാൻ പൊട്ടിച്ചെറിയുന്നു, പുതിയ ദീനിനെ ഞാൻ ഇന്നു മുതൽ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആളാണല്ലോ അബുൽ അല മൗദൂദി സാഹിബ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെക്കുറിച്ച് പരസ്യമായി നമ്മളത് അറിഞ്ഞിട്ടുണ്ട്. കലിമത്തു ഷഹാദ ചൊല്ലി മെമ്പറാകണോന്ന്. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ ഉദ്ധരണിയില് ദസ്തറുൽ അമൽ എന്ന പുസ്തകം, തബ്ലീഗുകാരുടെ പുസ്തകമാണ്. അതിന്റെ 5-ാമത്തെ പേജിലാണ് ഈ പറഞ്ഞത്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് താമസിക്കുന്നവനാകട്ടെ, ഏത് സമുദായവുമായോ പാർട്ടിയുമായോ ബന്ധം പുലർത്തുന്നവനാവട്ടെ, അർത്ഥവും ഉദ്ദേശവും പൂർണ്ണമായി ശ്രദ്ധിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യം ഉച്ചരിക്കുകയും സമുദായ സേവനത്തിൽ ഉത്സാഹവും സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ യോജിക്കുകയും ചെയ്യുന്നവർക്ക് ഈ സംഘടനയിൽ മെമ്പറാകാവുന്നതാണ്. അതല്ലാതെ മറ്റൊരു നിബന്ധനയും ഇതിൽ പ്രവേശിക്കുന്നതിനില്ല. അപ്പോ ഇതിൽ ചേരണമെങ്കിൽ എന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ ആദ്യമായി രണ്ടാമത് ഏറ്റു പറയണം. അപ്പൊ ഇതുവരെയുള്ള മുസ്ലിമീങ്ങളാരും ശരിക്കുള്ള ഇസ്ലാമിനകത്തല്ല എന്ന് നേരത്തെ പറഞ്ഞതൊക്കെ ഒന്നുകൂടി ഉറപ്പുവരുത്തുന്ന ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ്? കലിമത്തു ഷഹാദ ഉച്ചരിക്കുന്ന ഏതൊരു വിഭാഗത്തിനും ചേരാമെന്ന് പറയുമ്പോ അതിൽ ഇനി മറ്റു ആശയങ്ങളിലേക്കൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം. ഖാദിയാനിക്ക് വരെ തബ്ലീഗുകാരുടെ കൂട്ടത്തിൽ പോയി തബ്ലീഗ് പ്രവർത്തനം നടത്താം. അവന്റെ അഖീദ എന്താണെന്നതിന് യാതൊരു പരാതിയും ഈ പ്രസ്ഥാനത്തിന് സത്യത്തിൽ ഇല്ല. ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് മുൻകാല അയിമ്മത്തുകളെയൊക്കെ ഇവരുടെ നേതാക്കന്മാരെ പോലെ, അല്ലെങ്കിൽ ഇവരുടെ നേതാക്കന്മാർ മുൻകാല അയിമ്മത്തുകളെക്കാൾ മെച്ചമാണ്, അല്ലെങ്കിൽ അവരെ പോലെയാണ് എന്നൊക്കെ വരുത്തി തീർത്ത് നൂറ്റാണ്ടുകളോളം മുസ്ലിം ഉമ്മത്ത് നെഞ്ചിലേറ്റിയ വലിയ വലിയ മഹാപണ്ഡിതന്മാരായ ആളുകളെപ്പോലും കൊച്ചാക്കി കാണിക്കുന്ന വിധത്തിൽ പൂർവികരായ പണ്ഡിതന്മാരെ അവഗണിച്ചുകൊണ്ട് ഇവരെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചത് ധാരാളമായി നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്ക്, ഇന്നും മഹാനായ ഇമാം തബ്ലീഗിന്റെ നേതാവായ
നേതാക്കളായ ഓരോ ആളുകളെ കുറിച്ച് എഴുതി നോക്കുക. ദീനി കർമ്മശാസ്ത്ര പാണ്ഡിത്യത്തിൽ മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി അന്നും ഇന്നും മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ തുല്യമായി കണ്ടിരുന്നു. ദീനി കർമ്മശാസ്ത്ര പാണ്ഡിത്യത്തിൽ മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹിയെ അന്നും ഇന്നും മഹാനായ ഇമാം അബൂ ഹനീഫക്ക് തുല്യനായി കണ്ടിരുന്നു. ഹഖീഖത്ത് എന്ന മാസിക 84 ഒക്ടോബർ ലക്കം പേജ് 18 പറഞ്ഞതാണ്. അബൂ ഹനീഫ ഇമാമിന് സമാനമാണ് തബ്ലീഗിന്റെ നേതാക്കന്മാരെയും അവരുടെ ഗുരുനാഥന്മാരായ വഹാബി നേതാക്കളെയുമൊക്കെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയോടും അതുപോലെ ഇമാം ഗസാലിയോടും ഇമാം റാസിയോടും ലോകത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ പേരും നിലവാരവും എക്കാലത്തും ഉള്ളതും ഇനിയൊരിക്കലും തകർക്കപ്പെടാതെ ആ നിലവാരത്തോടെ നിലനിൽക്കുന്നവരുമാണ് ഈ പറഞ്ഞ അയിമത്തുകളൊക്കെ. അവർക്ക് സമാനമായി ഇവരുടെ ഈ നേതാക്കന്മാരെ മാസികകളിലും പത്രങ്ങളിലും ഇവരെ പുസ്തകങ്ങളിലുമൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇവിടെ പറഞ്ഞത് കേട്ടോ, കർമ്മശാസ്ത്ര വിഷയത്തിൽ മുൻകാല ഇമാമിങ്ങളോടൊപ്പമായിരുന്നു മൗലാന ഗംഗോഹിയുടെ സ്ഥാനം. ഫത്താവ റഷീദിയ എന്ന ഗ്രന്ഥം അതിന്റെ വ്യക്തമായ തെളിവാണ്. ഹഖീഖത്ത് മാസിക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ സഹോദരന്മാരെ, ഫത്താവ റഷീദിയ തെളിവാണത്രേ. ഇമാം അബൂ ഹനീഫക്ക് തുല്യനാണ് ആര്? ഗംഗോഹി അഥവാ ഇലിയാസിയുടെ ഉസ്താദ്. ഫത്താവ റഷീദിയ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാലോ. ഫത്താവ റഷീദിയയിൽ പറഞ്ഞ ചില ആശയങ്ങൾ ഞാൻ വായിക്കാം. എന്താ എഴുതിയത്? ഒരു കാര്യം നോക്ക്. അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും ഇൽമുൽ ഗൈബ് അഥവാ അദൃശ്യജ്ഞാനം ഉണ്ടെന്ന് സ്ഥാപിച്ചാൽ അവൻ നിസ്സംശയം കാഫിറാകുന്നു. അവനെ തുടർന്ന് നിസ്കരിക്കലും അവരോട് സ്നേഹാദരവോടെ പെരുമാറലും ഹറാമാണ്. ഫത്താവ റഷീദിയ പേജ് 65. നേരത്തെ എന്താ പറഞ്ഞത്? കർമ്മശാസ്ത്ര വിഷയത്തിൽ ഇമാം അബൂ ഹനീഫക്ക് തുല്യമാണ് റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ സ്ഥാനമെന്നും അതിന് തെളിവാണ് അദ്ദേഹത്തിന്റെ ഫത്താവ റഷീദിയ എന്ന ഗ്രന്ഥമെന്നുമാ പറഞ്ഞത്. ഇപ്പൊ ഫത്താവ റഷീദിയ എന്ന ഗ്രന്ഥം അബൂ ഹനീഫക്ക് തുല്യമാണ് അതിന്റെ ഗ്രന്ഥകർത്താവായ ഗംഗോഹി എന്ന് പറഞ്ഞാൽ, ഈ ഗ്രന്ഥം വായിച്ച ഒരാള് അബൂ ഹനീഫ ഇമാമിനെ കുറിച്ച് എന്താ മനസ്സിലാക്കുക? അള്ളാഹുവിന്റെ റസൂൽ അടക്കം ലോകത്തൊരാൾക്കും ഇൽമുൽ ഗൈബ് അറിയില്ല എന്നായിരുന്നു അബൂ ഹനീഫ ഇമാം വിശ്വസിച്ചിരുന്നത് എന്നല്ലേ അതിൽ നിന്ന് വായിക്കാനുള്ളത്? ഈ ലേഖനങ്ങളും ഈ തബ്ലീഗിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് അബൂ ഹനീഫ ഇമാം എങ്ങനെയാണ് അത് റഷീദ് അഹമ്മദ് ഗംഗോഹിയെ പോലെയാണ് എന്ന് മനസ്സിലാക്കി വെച്ച ഒരാള് ഇനി എത്ര കാര്യങ്ങൾ ഞാൻ ഓരോന്നോരോന്ന് വായിക്കാം. വിശദീകരണം ആവശ്യമില്ല. വായന കേൾക്കുമ്പോൾ തന്നെ അതിന്റെ നിലവാരം. ഇമാം അബൂ ഹനീഫന്റെ പേര് പോലും പറയാൻ ഒരൊറ്റ തബ്ലീഗുകാരനും അവകാശമില്ല. അത്രമാത്രം വൃത്തികെട്ട നാണം കെട്ട വിദേഹത്തിന്റെ വാദം, ഒരു പരിധിവരെ വഹാബികളെക്കാൾ മുമ്പോട്ട് കടന്ന അഭിപ്രായങ്ങൾ ഈ ഗംഗോഹിയുടെ ഫത്താവ റഷീദിയയിലുണ്ട്. അതിനെ തെളിവാക്കി വെച്ചുകൊണ്ടാണ് ഗംഗോഹി അബൂ ഹനീഫക്ക് സമാനമായ പണ്ഡിതനാണ്, ആ സ്ഥാനത്താണെന്ന് ഇവർ വാദിക്കുന്നത്. ഇനി നോക്കിങ്ങൾ, അമ്പിയാക്കൾക്ക് ഗൈബിയായ അറിവ് ഇല്ലാത്തതിനാൽ അവരുടെ ഖബറിനടുത്ത് നിന്നോ ദൂരെ നിന്നോ യാ റസൂലല്ലാ എന്ന് വിളിക്കൽ തനി കുഫ്റാകുന്നു. നഊദു ബില്ലാഹ്. അമ്പിയാക്കൾക്ക് ഗൈബിയായ അറിവ് ഇല്ലാത്തതിനാൽ അവരുടെ ഖബറിനടുത്ത് നിന്നോ ദൂരെ നിന്നോ യാ റസൂലല്ലാ എന്ന് വിളിക്കൽ തനി കുഫ്റാകുന്നു. എന്നാൽ ഗൈബ് അറിയുമെന്ന വിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ വ്യക്തമായ കുഫ്റാവുന്നില്ല, എങ്കിലും കുഫ്റിന് തുല്യമാണ്. പേജ് 12 ഫത്താവ റഷീദിയ. അബൂ ഹനീഫ ഇങ്ങനെ വിശ്വസിച്ച ആളായിരുന്നോ? അബൂ ഹനീഫ ഇമാം ഇങ്ങനെ പറയുന്ന ആളായിരുന്നോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ച ഉദ്ധരണിയിൽ പറഞ്ഞു, തബ്ലീഗിന്റെ ഒരു നേതാവ് എഴുതിയ വരി ഞാൻ വായിച്ചു. അത്തഹിയാത്തിലെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു
എന്ന് പറയുമ്പോ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കൽ പാടില്ലാത്തതാണ്. അതിലേറെ ഏറ്റവും നല്ലത് നീ വളർത്തുന്ന പൂച്ചയെയോ കഴുതയെയോ ഒക്കെ ഓർത്താൽ അത്ര അപകടമില്ല. ഈ തബ്ലീഗിന്റെ ഇലിയാസിന്റെ ഒരു അനുയായി അങ്ങനെ എഴുതാൻ അയാൾക്ക് പ്രോത്സാഹനമായി വന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം വരികളും പാഠങ്ങളും ഒക്കെ പഠിച്ചതുകൊണ്ടല്ലേ. ഇവിടെ ഇപ്പൊ ഇതിലിപ്പോ എന്താ പറഞ്ഞത്? അമ്പിയാക്കൾക്ക് ഗൈബിയായ അറിവില്ലാത്തതിനാൽ അവരെ ഖബറിനടുത്ത് നിന്നോ ദൂരെ നിന്നോ യാ റസൂലല്ലാ എന്ന് വിളിക്കൽ തനി കുഫറാകുന്നു. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, യാ റസൂലല്ലാ എന്ന് വിളിക്കുന്നതിനേക്കാൾ ശക്തിയല്ലേ അയ്യുഹർ റസൂൽ എന്ന് പറയല്? അയ്യുഹൻ നബിയു, അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയും യാ റസൂലുള്ളയും തമ്മിൽ എന്താ സുഹൃത്തുക്കളെ വ്യത്യാസം? അയ്യുഹ കൊണ്ട് പറയുമ്പോ ബഹുമാനം കൂടുന്നാണ് അല്ലേ? നമ്മളൊക്കെ ഖുതുബയിൽ കേട്ടിട്ടില്ലേ? എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന രണ്ടാം ഖുതുബയിൽ പറയുന്നു അയ്യഹ ബിൽ മുഅ്മിനീന മിൻ ബരിയത്തിഹി എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ അയ്യുഹ കൊണ്ട് വിളിച്ചു. യാ അയ്യുഹല്ലദീന ആമനു, അവിടെ മുഅ്മിനീങ്ങളെ വിളിച്ചത് അയ്യുഹ കൊണ്ട് വിളിച്ചു എന്ന് പറഞ്ഞാൽ ആദരസൂചകമായുള്ള വിളിയാണ്. അപ്പൊ ആദരവ് കൂടുന്ന വിളിയാണ് അയ്യുഹ കൊണ്ട് വിളിച്ചാൽ. ആദരസൂചകമായ വിളിയാണ്. ഇവിടെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോ ഇതേ പ്രശ്നം വരുന്നുണ്ടല്ലോ. ഇവിടെ എന്താ പറഞ്ഞത്? ഫതാവ റഷീദിയയുടെ 12-ാമത്തെ പേജിൽ പറഞ്ഞത് അമ്പിയാക്കൾക്ക് ഗൈബ് അറിവില്ലാത്തതിനാൽ അവരുടെ ഖബറിനടുത്തു നിന്നോ ദൂരെ നിന്നോ യാ റസൂലല്ലാ എന്ന് വിളിക്കൽ തനി കുഫറാകുന്നു. എന്നിട്ടോ എന്നാൽ ഗൈബ് അറിയുമെന്ന വിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ വ്യക്തമായ കുഫറാവുന്നില്ല, എങ്കിലും കുഫറിന് തുല്യമാണ്. ഈ കുഫറിന് തുല്യം എന്ന് പറഞ്ഞത് എന്താണാവോ? അങ്ങനൊന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല. കുഫറാവൂല, കുഫറിന് തുല്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ? നമ്മൾ കേട്ടത് കുഫ്രിയത്തൊന്ന് ശിർക്ക്, അതൊന്നിലധികം പടച്ചോനെ വിശ്വസിക്കലാണ്. കുഫർ എന്ന് പറഞ്ഞാലോ ദൈവ നിഷേധ, പടച്ചോൻ തന്നെ അല്ല എന്ന് പറയലാണ്. പിന്നൊന്ന് നിഫാക്ക കേട്ടിട്ടുള്ളത്. നിഫാക്ക് എന്ന് പറഞ്ഞാൽ വിശ്വാസം ശരിക്കില്ലാതെ വിശ്വസിച്ചു എന്ന് പറയലാണ്. ഇത് മൂന്നുമല്ലാത്തൊരു കുഫറിന് സമാനം, കുഫറിന് തുല്യം എന്ന് പറഞ്ഞൊരു ദർജ ഇസ്ലാമിക അധ്യായങ്ങളിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ ഗൈബിയായ അറിവ് ഇല്ലാതെ എന്ന ഉദ്ദേശത്തോടെ വിളിച്ചാൽ വ്യക്തമായ കുഫറല്ലെങ്കിലും കുഫറിന് തുല്യമുള്ളതാണെന്ന് പറയുമ്പോ അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയു എന്ന് ചൊല്ലുന്ന ആള് ഗൈബ് അറിയൊന്നുമില്ല എന്ന് വിശ്വസിച്ചപ്പോ സകല വഹാബിയോളും തബ്ലീഗുകാരും ഇത് ചെല്ലണത്. അപ്പോ കുഫറിന് തുല്യമായടുത്ത് അവരും എത്തിയില്ലേ? എന്തൊരു പോയത്തമാണ് ഈ പറയുന്നത്. ഇങ്ങനെ ആയിരുന്നു അബൂ ഹനീഫ ഇമാമിന് തുല്യമാണെന്നതിന് തെളിവ് നിൽക്കുന്ന കിതാബാണ് ഫതാവ റഷീദിയ. അതിൽ പറഞ്ഞ കാര്യങ്ങളാ ഇതൊക്കെ. ഇനി നിങ്ങൾ നോക്ക്. യാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ഉദ്ദേശ സാഫല്യത്തിനു വേണ്ടി വിളിക്കലും ദിക്ർ എന്ന നിലക്ക് ചൊല്ലലും അനുവദനീയമല്ല. അത് ശിർക്ക് അല്ലെങ്കിലും ഷിർക്കിന് തുല്യമാണ്. ഇവിടെയും ഒരു തുല്യം വന്നു. ഷിർക്ക് അല്ലെങ്കിലും ഷിർക്കിന് തുല്യമാണ്. അതെന്താണാവോ അവർ തന്നെ വിശദീകരിക്കണം. അത് ഫതാവ റഷീദിയയുടെ 68-ാമത്തെ പേജിൽ വായിച്ചാണ്. അബൂ ഹനീഫ ഇമാം ഇങ്ങനെ ആയിരുന്നോ എന്ന് നമുക്ക് വിലയിരുത്താം. യാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ഇവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞിടത്ത് യാ റസൂലല്ലാ എന്ന് വിളിച്ചാൽ വ്യക്തമായ കുഫറാണ് എന്ന് പറഞ്ഞെങ്കിൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖസീദത്തുൻ നുഅ്മാനിയയിലൊക്കെ ഇമാം അബൂ ഹനീഫ തങ്ങൾ എത്ര വട്ടം കാഫിറാകണം? ഇവരെ വിശ്വാസം, ഈ പറഞ്ഞ വിശ്വാസം അനുസരിച്ച് ആ ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് സമാനമാണ് റഷീദ് അഹമ്മദ് ഗംഗോഹി എന്നും അതിന്റെ തെളിവാണ് ഫതാവ റഷീദിയ എന്ന കിതാബ് എന്നുമാണ് ഇവരിപ്പോ ഹഖീഖത്ത് മാസികയിൽ പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്ക്. യാ റസൂലല്ലാഹി ഉൻദുർ ഹാലന, യാ നബിയല്ലാഹി ഇസ്മഇ കലാമന, യാ അക്രമൽ ഖൽഖി മാ ലീമൻ അലൂദു ബിഹി. ഇത്തരം പദങ്ങൾ ശിർക്ക് ദ്യോതിപ്പിക്കുന്നതുകൊണ്ട് സദസ്സുകളിൽ ചൊല്ലൽ ഹറാമിനോടടുത്ത മക്രൂഹാകുന്നു. അപ്പൊ യാ അക്രമൽ ഖൽഖി മാ ലീമൻ അലൂദു ബിഹി എന്ന ബുർദയിലെ വരി ചൊല്ലലും യാ റസൂലല്ലാഹ് ഉൻദുർ ഹാലന, യാ നബിയല്ലാഹി ഇസ്മഇ കലാമന, തങ്ങളെ ഞങ്ങളെ ശ്രദ്ധിക്കണേ, ഞങ്ങളെ പറയുന്നത് കേൾക്കണേ എന്നിങ്ങനെയുള്ള അഭ്യർത്ഥനകൾ യാ
അക്രമൽ ഖൽഖി മാലിമൻ അലൂദു ബിഹി, എനിക്ക് അവലംബം അങ്ങല്ലാത്ത മറ്റാരും ഇല്ല എന്ന് തുടങ്ങിയ ഇത്തരം കാര്യങ്ങൾ ശിർക്ക് ദ്യോതിപ്പിക്കുന്നതുകൊണ്ട് സദസ്സുകളിൽ ചൊല്ലൽ ഹറാമിനോടടുത്ത മക്രൂഹാകുന്നു. ഇത് ഫത്താവ റഷീദിയുടെ 65-ാമത്തെ പേജിൽ പറഞ്ഞു. ഇനിയും ഖബറാളികളായ മഹാന്മാരോട് സഹായം അഭ്യർത്ഥിക്കുന്നത് ഒരു നിലക്കും അനുവദനീയമല്ല. ഫത്താവ റഷീദിയ 58-ാം പേജ്. മഹാന്മാരുടെ പേരിൽ നേർച്ചയാക്കിയ മൃഗത്തെ ബിസ്മില്ലാഹി പറഞ്ഞുകൊണ്ട് അറുക്കലും അത് ഭക്ഷിക്കലും ഹറാമാണ്. ഫത്താവ റഷീദിയ 140-ാം പേജ്. ഇനി നിങ്ങൾ കേൾക്ക്. അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കും അറിയും എന്ന വിശ്വാസത്തോടെ സലാം പറയൽ കുഫ്റാകുന്നു. സലാമിന്റെ പദം അസ്സലാമു അലൈക്കും എന്നോ അസ്സലാമു അലൻ നബിയ്യി എന്നോ ആകുന്നതിന് യാതൊരു വിരോധവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമെന്ന വിശ്വാസമാണ് ശിർക്ക്, പദപ്രയോഗത്തിലല്ലെന്ന് വ്യക്തം. ഇത് അതേ പുസ്തകത്തിൽ ഇവർ വ്യക്തമായി പറഞ്ഞതാണ്. ഇനി നിങ്ങൾ നോക്ക്. അള്ളാഹുവിന് കളവ് പറയൽ അനുവദനീയമാണ്. എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് അവൻ തന്നെ ഖുർആനിൽ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിന് കളവ് പറയുവാൻ കഴിയുകയില്ലെന്ന് പറയൽ അള്ളാഹുവിന്റെ കഴിവിനെ നിഷേധിക്കലാകും. ഫത്താവ റഷീദിയുടെ 96-ാമത്തെ പേജിലാണെന്ന് പറഞ്ഞ്. അള്ളാഹു തആലക്ക് കളവ് പറയാം, അതിന് അനുവദനീയമാണ്. അപ്പൊ അള്ളാഹു തആല നുണ പറയും. ഇപ്പൊ നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, അള്ളാഹു തആല ഖുർആനിലൊക്കെ ചില സ്ഥലത്ത് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. മനുഷ്യന്മാരായ നമ്മള് പടച്ചോനാണ് സത്യം എന്ന് പറഞ്ഞ് സത്യം ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യന്മാര് സത്യവും അസത്യവും പറയും. അപ്പൊ ചില സന്ദർഭങ്ങളിൽ നിർണായക ഘട്ടങ്ങളിൽ സത്യം ചെയ്തുകൊണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഈ പറഞ്ഞ വാക്ക് ഞാൻ കളവല്ല, നിനക്ക് എന്നെ വിശ്വസിക്കാം എന്ന ശ്രോതാവിനെ ബോധ്യപ്പെടുത്താനാണ് മനുഷ്യരായ നമ്മൾ സത്യം ചെയ്യുന്നത്. അതേസമയം അല്ലാഹു തആല ഖുർആനിൽ ചില സ്ഥലത്ത് സത്യവാക്ക് പറഞ്ഞിട്ടുണ്ട്. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, ഹാമീം വൽ കിതാബിൽ മുബീൻ, വത്തീനി വസ്സൈത്തൂൻ, ഇങ്ങനെ തുടങ്ങി സത്യം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ വൽ അസ്രിയൊക്കെ ഉണ്ടല്ലോ, അതിൽപ്പെട്ടതാണ്. അത് അല്ലാഹു തആല പറഞ്ഞത് എന്തിനാണ്? അല്ലാഹു തആല നുണയും പറയും. അപ്പൊ ഇത് നുണയല്ല എന്ന് ബോധ്യപ്പെടുത്താനാണോ? ഒരു യുക്തിവാദി ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അല്ലാഹു തആലാക്ക് നുണ പറയാൻ പറ്റും, നുണ പറയുന്നതിന് കുഴപ്പമില്ല, അത് ഇലാഹിന്റെ പദവിക്ക് അത് കുറവല്ല എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം അല്ലാഹു തആല നുണ പറയില്ല, നുണ പറയാൻ പറ്റൂല. അതെങ്ങനെയാണ്? അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങളെ പിന്നെ വിശ്വസിക്കാൻ കഴിയുമോ മനുഷ്യന്? അതുകൊണ്ട് ഇതൊക്കെ ഏത് കിതാബിൽ? ഈ പറഞ്ഞ അബൂ ഹനീഫക്ക് സമാനമാണ് ആര്? റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ സ്ഥാനം. അതിന്റെ തെളിവാണ് ഫത്താവ റഷീദിയ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. ഇത് വായിച്ച ഒരാൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അബൂ ഹനീഫ ഇമാമിന്റെയും അവസ്ഥ എന്നല്ലേ മനസ്സിലാക്കുക. ഇനിയും നിങ്ങൾ കേൾക്കുക. അതിലേറെ കേരളത്തിലെ വഹാബികൾ പോലും പറയാത്തത്. റഹ്മത്തുല്ലിൽ ആലമീൻ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയല്ല. മറ്റൊരാൾക്ക് ഈ വിശേഷണം ഉപയോഗിക്കുന്നതിൽ ഒരു വിരോധവും ഇല്ല. ഫത്താവ റഷീദിയ 104. റഹ്മത്തുല്ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുല്ലിൽ ആലമീൻ, റഹ്മത്തുല്ലിൽ ആലമീൻ ആയിക്കൊണ്ടല്ലാതെ അല്ലാഹു തആല അങ്ങളെ അയച്ചിട്ടില്ല എന്ന് പറയുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ പേരാണ്. പേരുകളെ കൂട്ടത്തിൽ ഒരുപാട് പേരുകൾ റസൂലുള്ളാഹിക്ക് ഖാസായ പേരുണ്ട്. ആ പേരുകള് ബറക്കത്തിന് വേണ്ടി ഒരാൾക്ക് പേരിടാം, ഒരു കുട്ടിക്ക് പേരിടാം എന്നല്ലാതെ അള്ളാഹുവിന്റെ റസൂലിന് ഏതൊരു ആശയവും അർത്ഥവും ലക്ഷ്യമാക്കിക്കൊണ്ടാണോ അങ്ങനെ ഒരു നാമം അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് നൽകിയതെങ്കിൽ ആ ആദർശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മറ്റൊരാളെ ആ പേര് വിളിക്കൽ തീർത്തും തെറ്റാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്ത മറ്റൊരാൾ ആ അർത്ഥത്തിലുള്ള പേരിനൊരിക്കലും അർഹനല്ല. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു അതാരെ പറ്റിയും പറയാം. ആരെപ്പറ്റിയും പറയാമെന്ന് പറയുമ്പോ ആർക്കും പേരിടാമെന്നല്ല പറഞ്ഞത്, പിന്നെയോ അതിന്റെ ആശയത്തിലേക്ക് നോക്കിയിട്ടാ പറഞ്ഞത്. നഊദു ബില്ലാഹി മിൻ ദാലിക്. ഇനി നിങ്ങൾ നോക്ക്. എല്ലാ സൃഷ്ടിജാലങ്ങളും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഉൾപ്പെടെ അള്ളാഹുവിന്റെ മുന്നിൽ ചെരുപ്പ് കുത്തിയേക്കാൾ നിന്ദ്യരാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. റഷീദ് അഹ്മദ് ഗംഗോഹിയുടെ ഫതാവ റഷീദിയ എന്ന പുസ്തകത്തിന്റെ 143-ാമത്തെ പേജിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്.
എല്ലാ സൃഷ്ടിജാലങ്ങളും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ അള്ളാഹുവിന്റെ മുന്നിൽ ചെരുപ്പ് കുത്തിയേക്കാൾ നിന്ദ്യരാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനെ പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? അബൂ ഹനീഫ ഇമാം ഇങ്ങനെയൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ഈ നിലവാരത്തിലൊക്കെ ഉള്ള അഖീദയുടെയോ ഇത്തരം കർമ്മശാസ്ത്ര നിയമങ്ങൾ പറയുന്ന ആളോ ആയിരുന്നോ? അല്ലാഹു മുസ്ലിം ഉമ്മത്തിനെ ഇത്തരം ഫിത്നകളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ തെറ്റായ ആശയങ്ങളിലേക്കൊക്കെ അടുപ്പിക്കലാകും, അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ അടുക്കലാകും. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതിലൊന്നും ഒരു സങ്കോചവും ഒരു ബേജാറുമില്ലാതെ കേട്ടു നിൽക്കാൻ കഴിവുള്ള ഒരു മനസ്ഥിതിയിലേക്ക് അനുയായികളെ എത്തിക്കലാണ് തബ്ലീഗ് ജമാഅത്തിൽ കൂടിയാൽ ആ ആളുകളുടെ ഗതി. അപ്പൊ വഹാബികൾ വിചാരിച്ചിടത്ത് ഇല്യാസി പറഞ്ഞ പോലെ വഹാബികളുടേതായ പ്രവർത്തന രീതിയിലല്ലാത്ത വഴിക്ക് കുറെ ജനങ്ങളെ ആ പോസ്റ്റിലും ആ നിലവാരത്തിലും എത്തിച്ചിരിക്കുന്നു മുഹമ്മദ് ഇല്യാസ് എന്നതാണ് സത്യം. അത് നമുക്ക് ബോധ്യപ്പെടാം. ഇനി നോക്ക്, ശറഈന് വിരുദ്ധമായ യാതൊന്നുമില്ലാത്ത മൗലിദിലും പങ്കെടുക്കാൻ പാടില്ല, മൗലിദ് ഓതാനേ പാടില്ല. അബൂ ഹനീഫ ഇമാമിന് സമാനമായ പണ്ഡിതന്റെ അഭിപ്രായം. ശറഈന് വിരുദ്ധമായ യാതൊന്നും ഇല്ലാത്ത മൗലിദാണെങ്കിലും ശറഈന് വിരുദ്ധമായ ഒന്നുമില്ല, പിന്നെന്താണ് ഈ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ശറഈന് അർത്ഥം അതിനല്ലേ വഹാബിസ് എന്ന് പറയുന്നത്. ശറഈന് വിരുദ്ധമായ യാതൊന്നുമില്ലാത്ത മൗലിദിലും പങ്കെടുക്കാൻ പാടില്ല. ഫത്താവ റഷീദിയ 105. ഒരു മൗലിദും ഉറൂസും ശരിയല്ല, അതിൽ പങ്കെടുക്കലും അനുവദനീയമല്ല. ഫത്താവ റഷീദിയ 147. ഇപ്പൊ നിങ്ങൾ നോക്ക്, 105 പേജിലാണ് ശറഈന് വിരുദ്ധമല്ലാത്ത ഒരു മൗലിദിലും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇനി 147 പേജിലെത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ചർച്ച മൗലിദ് തന്നെയാണ്. ഒരു മൗലിദും ഉറൂസും ശരിയല്ല, അതിൽ പങ്കെടുക്കലും അനുവദനീയമല്ല. പേജ് 147. ഇനി നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ കുഫറിലായിരുന്നു. പേജ് 504. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയും ബാപ്പയും അബ്ദുള്ള തങ്ങളും ആമിന റളിയല്ലാഹു അൻഹയും ഒക്കെ കുഫ്രിയത്തിലും കാഫിരീങ്ങളായിരുന്നു. പടച്ചവനെ, ഈ ഫത്രത്തിന്റെ കാലക്കാരത്തെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല. പ്രവാചകന്റെ ദൗത്യം എത്താത്ത ഒരു വിഭാഗത്തെ ഞാൻ ശിക്ഷിക്കില്ല എന്നാണ്. ആ ആൾക്കാരെ കുറിച്ച് എന്താ പറയേണ്ടത്? അവര് ഫത്രത്തിന്റെ കാലക്കാരാണ്. പ്രവാചകത്വ ദൗത്യം റിസാലത്ത് കിട്ടാത്ത ജനങ്ങൾ, ആ ആളുകൾ അള്ളാഹു അവരെ അള്ളാഹുവിന്റെ നീതിക്ക് നിരക്കൂല. അത്തരക്കാരായ ആളുകൾ ശിക്ഷിക്കൽ. കാഫിരീങ്ങളാണെന്ന് അവരെ കുറിച്ച് വിധി എഴുതിയാൽ കാഫിരീങ്ങളെ സ്ഥാനം നരകമല്ലേ? അവർ നരകത്തിലേക്ക് പോകണ്ടേ? കാഫിരീങ്ങൾ സ്വർഗത്തിലുണ്ടാകുമോ? ഉണ്ടാകാൻ പാടില്ലല്ലോ. കാഫിർ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള സന്ദേശം കിട്ടിയിട്ട് അതിനെ നിഷേധിക്കുമ്പോഴാണ് അത് കുഫ്രിയത്താവുന്നത്. അങ്ങനെ ഒരു വിവരം തന്നെ ലോകത്ത് അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ. അറേബ്യൻ സമൂഹത്തിൽ മുമ്പൊരു നബിയും വന്നിട്ടില്ല. റസൂലുള്ളാഹിക്ക് മുമ്പ് വന്ന നബിമാരുടെ ദൗത്യം സ്വീകരിക്കൽ ആ ഭാഷക്കാരല്ലാത്തവർക്ക് ബാധകമല്ല. അറബി ഭാഷയിൽ ഒരൊറ്റ നബിയും റസൂലുള്ളാഹിക്ക് മുമ്പ് വന്നിട്ടുമില്ല. വന്ന നബിമാരൊക്കെ പ്രത്യേകം ദേശവും ഭാഷയും നിർണയിച്ചുകൊണ്ട് അവർക്ക് മാത്രമായി നിയോഗിക്കപ്പെട്ടവർ മാത്രമാണ്. അല്ലാത്തൊരു നബിമാരുമില്ല. അറേബ്യൻ തലമുറയിലെ ആദ്യത്തെയും അവസാനത്തെയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാകുന്നു. സൂറത്ത് യാസീനിൽ തുടങ്ങുമ്പോൾ തന്നെ അത് പറയുന്നുണ്ട്. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ തൻസീലുൽ അസീസുർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും. നിങ്ങൾ പ്രവാചകൻ തന്നെ, അള്ളാഹു അവതരിപ്പിച്ചതാണ് ഈ ഖുർആൻ, അങ്ങയെ ഏൽപ്പിച്ചത് അള്ളാഹുവാണ് അതിന്റെ അവതരണം. എന്തിനാണ് അത് അള്ളാഹു നിയോഗിച്ചത്? ലിതുൻദിറ ഖൗമൻ, ഒരു ജനതയെ തങ്ങൾ പ്രബോധനം ചെയ്യണം. എങ്ങനെയുള്ള ജനത? മാ ഉൻദിറ ആബാഉഹും, അവരുടെ പിതാക്കന്മാരെ തലമുറയിൽ മുമ്പൊരു പ്രബോധനം ലഭിച്ചിട്ടില്ല. അപ്പൊ മുൻ തലമുറയിൽ ഒരു പ്രബോധനവും കിട്ടിയിട്ടില്ലാത്ത ഒരു ജനതയെ സമുദ്ധരിച്ച് പ്രബോധനം നടത്തി ഉദ്ധരിക്കാനാണ് പരിശുദ്ധ ഖുർആനിനെയും അങ്ങയെയും ഞാൻ അവതരിപ്പിച്ചതെന്ന് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നു സൂറത്ത് യാസീന്റെ തരക്കിൽ.
ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല പറയുന്നു, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല. എന്റെ സന്ദേശം എത്തിയിട്ടില്ലാത്ത, ഒരു പ്രവാചകന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗത്തെയും ഞാൻ ശിക്ഷിക്കുകയില്ല. അത് അള്ളാഹുവിന്റെ നീതിക്ക് എതിരാണ്. ഈ സത്യങ്ങളൊക്കെ മറച്ചുവെച്ചുകൊണ്ട് വെറുതെ ഒരു കാരണവുമില്ലാതെ റസൂലുള്ളാഹി തങ്ങളുടെ മാതാപിതാക്കന്മാരെ നേർക്ക് വഹാബികളെക്കാൾ കടുത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ കുഫ്റിലാകുന്നു. ഫത്താവ റഷീദിയയുടെ 504 പേജിൽ ഇയാൾ വ്യക്തമായി പറയാം. പിന്നെ മറ്റൊരു റിപ്പോർട്ട്, ഇന്ന് നടപ്പുള്ള മൗലിദ് ബിദ്അത്താകുന്നു. 103, 141 2 പേജിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഇന്ന് നടപ്പുള്ള മൗലിദ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ ഉദ്ദേശിച്ച അറിയില്ല. അപ്പോ ബിദ്അത്ത് അല്ലാത്ത മൗലിദ് ഉണ്ട് എന്നോ ഇപ്പോ ഈ പറഞ്ഞതിന്റെ ധ്വനി അങ്ങനെ വരും എന്തോ അവരെന്നെ വിശദീകരിക്കേണ്ടതാണ്. ശറഇന് വിരുദ്ധമായ യാതൊന്നുമില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആഭിമുഖ്യവും ആവേശവും പ്രകടമാവുന്നതുകൊണ്ട് മൗലിദ് അനുവദനീയമല്ല. പേജ് 105. അസഭ്യങ്ങളോ അശ്ലീലങ്ങളോ ഇല്ലാത്തതും ശരിയായ റിവായത്തുകൾ മാത്രം ഓതപ്പെടുന്നതുമായ മൗലിദുകളും പാടില്ലാത്തതാണ്. പേജ് 148. ഒക്കെ ഫത്താവ റഷീദിയാണ്. ഇമാം അബൂ ഹനീഫന്റെ സമകാലിക സമാനമായ പണ്ഡിതന്റെ അവസ്ഥ. മൗലിദ് കഴിക്കൽ അനുവദനീയമാണെന്ന് വിശ്വസിക്കുന്നവർ ഫാസിഖാകുന്നു. പേജ് 107. അപ്പൊ നമ്മളൊക്കെ ഫാസിഖീങ്ങളാണ്. മൗലിദ് കഴിക്കൽ അനുവദനീയമാണെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഫാസിഖീങ്ങളാകുന്നു. ഫത്താവ റഷീദിയയിൽ ഈ ഗ്രന്ഥത്തിന്റെ ആദർശ പ്രചരണമാണ് തബ്ലീഗ് ജമാഅത്ത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് സ്ഥാപക നേതാവ് അവകാശപ്പെടാണ്. ഇനി നോക്കി, ഖുർആൻ മാത്രം ഓതപ്പെടുന്നതും മധുരപലഹാരങ്ങൾ വിതരണം നടത്തപ്പെടുന്നതുമായ ഉറൂസും മറ്റു ഉറൂസുകളും ശരിയല്ല. അവകളിൽ സംബന്ധിക്കൽ അനുവദനീയമല്ല. ഫത്താവ റഷീദിയയുടെ 147 പേജ്. ഞാൻ പറഞ്ഞു വന്നത്, ഉദ്ധരണികൾ ആ കിതാബിൽ ഇങ്ങനെ വായിച്ചാൽ നമുക്ക് വായിക്കാൻ കഴിയാത്ത നിരവധി ഒരുപാട് അബദ്ധങ്ങൾ ധാരാളമായി നമുക്ക് ഇനിയും കാണാൻ പറ്റും. ഞാൻ ചുരുക്കുകയാണ്. അത്തരം തെറ്റായ ആദർശങ്ങളും വിശ്വാസങ്ങളും കുത്തി നിറച്ച ഫത്താവ റഷീദിയയാണ് ഇമാം അബൂ ഹനീഫക്ക് അറിയപ്പെടുന്ന മൂപ്പര് എഴുതിയതായ ഗ്രന്ഥങ്ങളൊന്നും പറയാനില്ല. പക്ഷെ ഇദ്ദേഹത്തിന് സ്വന്തമായി ഗ്രന്ഥമൊക്കെ ഉണ്ട്, റഷീദ് അഹമ്മദ് കാങ്കോഹിക്ക്. ആ കാങ്കോഹി പിന്നെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾക്ക് സമാനമായ പണ്ഡിതനാണ് എന്ന് പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കറാമത്ത് മോചിതത്തിനൊക്കെ നിഷേധിച്ച് മൗലിദും അതുപോലെ യാ റസൂലല്ലാഹ് അയ്യുഹൻ നബിയു എന്നൊക്കെ പറയുന്ന ഇതിനെയൊക്കെ നിശിതമായി വിമർശിക്കുന്ന ഇവരുടെ യഥാർത്ഥ കഥ ഇനി നിങ്ങൾ കേൾക്കണോ? അദ്ദേഹത്തിന്റെ ആ പ്രസ്ഥാനത്തിന്റെ അനുയായികളെ അമ്പിയാക്കളെക്കാളും മഹാന്മാരായ ഔലിയാക്കളെക്കാളും ഒക്കെ ഉന്നത നിലവാരത്തിലേക്ക് പുകഴ്ത്തി യഥാർത്ഥത്തിൽ അവർക്ക് കറാമത്തൊക്കെ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതും തബ്ലീഗുകാരുടെ ഗ്രന്ഥത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഞാനൊരു സംഭവം ഉദ്ധരിക്കാം. ഖലീൽ അഹമ്മദ് അംബേട്ടവിയുടെ ഉമ്മയും സഹോദരനും റഷീദ് അഹമ്മദ് ഗാംഗോഹിയുടെ ഗുരുവര്യനും ആയ മൗലവി യഅ്ഖൂബ് നാനൂത്തവിയെ സംബന്ധിച്ച് ഒരു സംഭവം ഹിക്കായത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ അഷ്റഫ് അലി താനവി എഴുതുന്നതാണ് ഞാൻ പറയുന്നത്. അംബേട്ടവിയുടെ ഉമ്മയുടെ സഹോദരൻ, അതായത് അംബേട്ടവിയുടെ അമ്മാവൻ റഷീദ് അഹമ്മദ് ഗാംഗോഹിയുടെ ഗുരുവര്യൻ മൗലവി യഅ്ഖൂബ് നാനൂത്തവിയാണ് ആള്. അപ്പൊ മുഹമ്മദ് ഇലിയാസിന്റെ ഉസ്താദിന്റെ ഉസ്താദ് അദ്ദേഹത്തിന് നാനൂത്തവി എന്ന ആ വ്യക്തിയുടെ ഒരു സംഭവം ഹിക്കായത്തുൽ ഔലിയ എന്നൊരു ഗ്രന്ഥത്തിൽ ഇവർ പറയുന്നുണ്ട്. അഷ്റഫ് അലി താനവി എന്ന ആളാണ് എഴുതുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? മൂത്ത മകൻ മുഈനുദ്ദീൻ പറയാണ്. മൂത്ത മകൻ മുഈനുദ്ദീൻ പറയുന്നു, പിതാവ് മരണപ്പെട്ടപ്പോൾ നാനൂത്തവ് എന്ന ഗ്രാമത്തിൽ കബറടക്കി. അഷ്റഫ് അലി താനവി എഴുതുകയാണ് ആരെക്കുറിച്ച്? യഅ്ഖൂബ് നാനൂത്തവിയെ കുറിച്ച്. യഅ്ഖൂബ് നാനൂത്തവി ആരാണ്? ഗാംഗോഹിന്റെ ഉസ്താദാണ്. ഗാംഗോഹി ആരാണ്? ഇല്യാസിന്റെ ഉസ്താദാണ്. അപ്പൊ ആ ഉസ്താദിന്റെ ഉസ്താദിനെ കുറിച്ച്
അഷ്റഫ് അലി താനവി എന്ന തബ്ലീഗുകാരൻ എഴുതുക. എന്ത്? മൂത്ത മകൻ മുഈനുദ്ദീൻ പറയുന്നു, പിതാവ് മരണപ്പെട്ടപ്പോൾ നാനൂത്തവ് എന്ന ഗ്രാമത്തിൽ കബറടക്കി. പിന്നീട് അവിടെ മലമ്പനി വ്യാപിച്ചു. പനി നിയന്ത്രിക്കുന്നതിൽ വൈദ്യന്മാർ പരാജയപ്പെട്ടു. ഒരേ ഒരു മരുന്ന് മാത്രമാണ് പനി മാറാൻ സഹായിച്ചത്. തന്റെ പിതാവിന്റെ കബറിടത്തിൽ നിന്ന് മണ്ണെടുത്ത് പൊതിയാക്കി കെട്ടുകയോ പോക്കറ്റിൽ നിക്ഷേപിക്കുകയോ ശരീരത്തിൽ കെട്ടുകയോ ചെയ്യുക. അതോടുകൂടി രോഗം ശിഫയാവുകയും ചെയ്തു. ഈ വിവരം നാട്ടിൽ പരന്നു. യാക്കൂബ് നാനൂത്തവിയുടെ ഖബറിലെ മണ്ണെടുത്തുപയോഗിച്ചാൽ രോഗം ശമിക്കുന്നു, അല്ലാത്തവർക്കൊന്നും ശിഫയാകുന്നുമില്ല. ഇതറിഞ്ഞ ജനങ്ങൾ ഖബറിലെ മണ്ണെടുത്തുപയോഗിക്കാൻ തുടങ്ങി. ഖബറിലെ മണ്ണ് തീരുന്നതിനനുസരിച്ച് മകൻ അത് നിറക്കാനും തുടങ്ങി. ഇങ്ങനെ പലതവണ ആവർത്തിക്കപ്പെട്ടപ്പോൾ മകൻ അവശനായി. പിതാവിനോട് അരിശം തോന്നി. ഖബറിനടുത്ത് നിന്നുകൊണ്ട് പിതാവിനെ വിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഉപ്പ, നിങ്ങളുടെ കറാമത്ത് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും എന്നെ എന്തിന് ബുദ്ധിമുട്ടിക്കണം? ഞാൻ മണ്ണിട്ട് പരിക്ഷീണനായിരിക്കുകയാണ്. നിങ്ങളുടെ കറാമത്ത് എനിക്ക് മുസീബത്തായി ആയിരിക്കുന്നു. ആയതുകൊണ്ട് ഉപ്പ, ഈ പരിപാടി നിർത്തണം. അപ്പോൾ മരിച്ചുപോയ പിതാവ് അതുവരെ തുടർന്നിരുന്ന കറാമത്ത് പിൻവലിച്ചു. എന്തൊരു തമാശ പറിച്ച തമ്പുരാനെ! ഹിക്മത്തുൽ ഔലിയ എന്ന പുസ്തകത്തിന്റെ 339 പേജിലാ ദയൂബന്ദിൽ നിന്നിറങ്ങുന്ന നഈമിയ കുത്തുബ്ഖാന പ്രസിദ്ധീകരിച്ച ആ പ്രസിദ്ധീകരണത്തിന്റെ 339 പേജിൽ പറയാൻ, അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയൊക്കെ ഔന്നിത്യം വിളിച്ചു പറയുന്ന മോജിദത്തും കറാമത്തുമൊക്കെ ബിദഅത്താണ്, കുഫ്റാണ്, ശിർക്കാണ്. അവർക്കൊക്കെ ഗൈബറിയും ദൂരെന്ന് വിളിച്ചാൽ കേൾക്കൂല, കാണൂല, അടുത്തായാലും കേൾക്കൂല, കാണൂല, അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ അത് കുഫ്റാണ് അല്ലെങ്കിൽ ശിർക്കാണ് എന്നൊക്കെ പറയുന്ന ഈ ആളുകൾ അവരുടെ നേതാവിന്റെ ഉസ്താദിനെ കുറിച്ച് അവർ മഹാനായിരുന്നു എന്ന് സമൂഹം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന എത്ര വലിയ ബാലിശമായ അങ്ങനെ ഒരു കറാമത്തുള്ള ആളാണെന്ന് വെച്ചാൽ തന്നെ കറാമത്ത് ആരെങ്കിലും പിൻവലിക്കലുണ്ടോ? കറാമത്ത് പിൻവലിക്കൽ തന്നെ അള്ളയല്ലേ? കറാമത്ത് കൊടുത്ത ആള് അള്ളാഹു തആലയല്ലേ? അള്ള പിൻവലിക്കണ്ടേ? ഒരു വലിയ അയാളെ കറാമത്ത് പിൻവലിക്കാൻ പറ്റുമോ? എന്തൊരു വൈരുദ്ധ്യമാണ് ഈ പറയുന്നത്. അപ്പൊ ദീനിന്റെ അടിസ്ഥാനപരമായി യാതൊരു സംഗതിയും അറിഞ്ഞുകൂടാത്ത ഒരു വിഭാഗം. ഇനി നിങ്ങൾ നോക്ക് സുഹൃത്തുക്കളെ, റിസാലത്തുൽ ഇംദാദ് എന്ന ഒരു ഗ്രന്ഥം, റിസാലത്തുൽ ഇംദാദ്, ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് താനവിയെക്കുറിച്ച്. അഷ്റഫ് അലി താനവിയെക്കുറിച്ച് രസകരമായ മറ്റൊരു ഉദ്ധരണി. ഒരു സംഭവം പറയാണ്. അഷ്റഫ് അലി താനവിയുടെ ഒരു മുരീദ് ഉറക്കത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലുന്നതായി സ്വപ്നം കണ്ടു. നിങ്ങൾ ഇത് നല്ലോണം ശ്രദ്ധിച്ചാലേ ഈ പറയുന്ന കഥ മനസ്സിലാവുള്ളൂ. റിസാലത്തുൽ ഇംദാദ് എന്ന തബ്ലീഗുകാരുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു കഥയാണ്. അഷ്റഫ് അലി താനവിയുടെ ഒരു മുരീദ് ഉറക്കത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലുന്നതായി സ്വപ്നം കണ്ടു. അതിലെ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് പകരം അഷ്റഫ് അലി റസൂലുള്ളാഹി എന്നാണ് നാവിൽ വന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലേണ്ട സ്ഥാനത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്റഫ് അലി റസൂലുള്ളാഹ് എന്ന് ഈ ശിഷ്യന്റെ നാവിൽ വന്നു. കിനാവിലാണ് കേട്ടോ, നാവിൽ അങ്ങനെ വന്നു. ഇത് തെറ്റാണെന്ന് ബോധ്യം വന്നപ്പോൾ, അതും കിനാവിൽ തന്നെ, അയാൾ തിരുത്താൻ ശ്രമിച്ചു. കിനാവിൽ തന്നെ തോന്നി അത് തെറ്റിയല്ലോ എന്ന്. അപ്പൊ കിനാവിൽ തന്നെ അയാൾ തിരുത്താൻ ശ്രമിച്ചു. പക്ഷേ ഇങ്ങനെ തന്നെയാണ് വീണ്ടും ചൊല്ലിയത്. അപ്പൊ കിനാവിൽ തന്നെ ഇത് തിരുത്താൻ ശ്രമിച്ചിട്ട് കിനാവെന്ന് അത് തിരുത്തപ്പെടുന്നില്ല. ഞെട്ടിയുണർന്ന ഇയാൾക്ക് ഉറക്കത്തിൽ ഷഹാദത്ത് കലിമ തെറ്റിപ്പോയത് ഓർമ്മ വരികയും, ഉണർന്ന ഇയാള്, ഞാനിപ്പോ ഒരു കിനാവ് കണ്ടിരുന്നല്ലോ, ആ കിനാവിൽ ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോ മുഹമ്മദ് റസൂലുള്ളാന്റെ സ്ഥാനത്ത് അഷ്റഫ് അലി റസൂലുള്ള എന്നല്ലേ നാവിൽ വന്നത് എന്ന് ഓർമ്മ വരികയും, തെറ്റ് പരിഹരിക്കാനും മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാനും കരുതി മറുവശം തിരിഞ്ഞു കിടക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ആരംഭിക്കുകയും ചെയ്തു. ചിത്രം മനസ്സിലായോ എന്ന് അറിയാം. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അങ്ങനെ ഇത് ഉറക്കത്തിലല്ലേ? ഇപ്പൊ എന്താ പറഞ്ഞത്? അഷ്റഫ് അലി താനവി എന്ന് പറയുന്നത്
അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ ഗുരുനാഥനാണ്. ഈ അഷ്റഫ് അലി താനവിയുടെ ഒരു ശിഷ്യൻ, ഒരു മുരീദ്, ഉറക്കത്തിൽ സ്വപ്നം കാണുക, ഷഹാദത്ത് കലിമ ചൊല്ലുന്നതാ സ്വപ്നം കാണുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് എങ്ങനെ ചൊല്ലിയത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന അഷ്റഫ് അലി റസൂലുള്ളാഹ്. സ്വപ്നത്തിൽ പേച്ചു. സ്വപ്നത്തിൽ തന്നെ ആ പിഴവ് ബോധ്യപ്പെട്ടു. അപ്പൊ ഇയാൾക്ക് സ്വപ്നത്തിൽ വെച്ച് തന്നെ അത് തിരുത്താൻ ശ്രമിച്ചപ്പോ പിന്നെയും മുഹമ്മദ് റസൂലുള്ള വരുന്നില്ല, അഷ്റഫ് അലി റസൂലുള്ള എന്നേ വരുന്നുള്ളൂ. അങ്ങനെ അയാള് ഉണർന്നു. ഉണർന്നപ്പോ സ്വപ്നം കണ്ടല്ലോ, അത് ഓർമ്മയായി. സ്വപ്നത്തിൽ ഞാൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് അയാൾക്ക് ഓർമ്മയായി. അപ്പോ ഒരു മൂമിനായ മനുഷ്യന് സങ്കടം വരുമല്ലോ. അങ്ങനെ അയാൾക്ക് സങ്കടം വന്നു. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? സൈഡ് മാറിക്കടന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലാൻ ശ്രമിച്ചു, അത് ആവർത്തിക്കാതിരിക്കാൻ. എന്താ സംഭവിച്ചത്? അപ്പോഴും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന് പകരം സ്വല്ലി അലാ സയ്യിദിനാ വ നബിയിന അഷ്റഫ് അലി എന്നാണ് നാവിൽ വന്നത്. ഇത് ഉണർച്ചയിൽ തന്നെയായിരുന്നു. നഊദു ബില്ലാഹ്. ഉറക്കത്തിൽ പറ്റിയതിന് തക്ലീഫില്ല നമുക്ക് പറയാം. ഉറക്കത്തിൽ പറ്റിയ ഈ മനുഷ്യൻ ഉണർന്നിട്ട് നോക്കുമ്പോ ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അഷ്ഹദു റസൂലുള്ളാഹി പിന്നെ ഷഹാദത്തല്ല സ്വലാത്താ ചെല്ലണത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം ചെല്ലുന്നതിന് പകരം സ്വല്ലി അലാ സയ്യിദിനാ വ നബിയിനാ അഷ്റഫ് അലി എന്ന് നാവിൽ വരുന്നുള്ളൂ, മുഹമ്മദ് റസൂലുള്ളാഹി വരുന്നില്ല. ഇത് ഉണർച്ചയിൽ തന്നെയായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് അയാൾ തന്റെ ഉസ്താദായ അഷ്റഫ് അലി താനവിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, ഉസ്താദ് നൽകിയ മറുപടി കേൾക്കണോ നിങ്ങള്? താങ്കൾ ആരിലേക്കാണോ തിരിഞ്ഞിരിക്കുന്നത് അദ്ദേഹം, അതായത് ബ്രാക്കറ്റിൽ താനവി, അഷ്റഫ് അലി താനവിയിലേക്കാണ് അയാൾ തിരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആരിലേക്കാണോ തിരിഞ്ഞിരിക്കുന്നത് അദ്ദേഹം ശരിക്കും സുന്നത്തിനെ പിൻപറ്റുന്ന ആളായതുകൊണ്ട് സമാധാനിക്കാം, ഒരു കുഴപ്പമില്ലാന്ന്. പടച്ചോനെ, ശിഷ്യനോട് ഉസ്താദ് പറയാ, നിങ്ങളിപ്പോ ആരിലേക്കാ തിരിഞ്ഞിരിക്കുന്നത്? ഉസ്താദായ താനവിയായ എന്നിലേക്കല്ലേ? ഞാൻ ഒരു സുന്നത്തിനോട് 100% പിൻപറ്റുന്ന ആളായതുകൊണ്ട് എന്റെ പേരിലാ സ്വലാത്ത് ചൊല്ലിയത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ നബിയിനാ അഷ്റഫ് അലി താനവി. നിങ്ങൾ തിരിഞ്ഞിരിക്കണ എന്റെ അടുത്തേക്കല്ലേ? എന്നെ പറ്റിയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് സമാധാനിക്കാം, പ്രശ്നമൊന്നുമില്ലാന്ന് അഷ്റഫ് അലി താനവി തന്റെ ശിഷ്യനോട് പറഞ്ഞു എന്ന് തബ്ലീഗുകാര് അവരെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. റിസാലത്തുൽ ഇംദാദ് 35-ാം പേജിൽ ഈ വസ്തുത മറിച്ചു നോക്ക്. മക്തബാനെ ഷെയ്ഖ് എന്ന പുസ്തകത്തിന്റെ 2-ാം വാള്യത്തിന്റെ 36-ാം പേജിലും ഈ സത്യം വ്യക്തമായി അവർ എഴുതിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ തബ്ലീഗ് വിഭാഗം ഇവരാരാണെന്ന് ഇനി നമുക്ക് ചർച്ച ചെയ്യണോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം ഒരു വിഭാഗത്തെ അതുമായി അടുക്കരുത് എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിൽ ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാർ സമൂഹത്തോട് പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ഒരുപാട് തവണ ആവർത്തിച്ച് 40 അംഗ സഭയ്ക്ക് മുമ്പിൽ പരിശോധിക്കാൻ നിശ്ചയിച്ച 5-6 അംഗങ്ങളുള്ള പണ്ഡിത സഭ മാസങ്ങളോളം പഠനം നടത്തിയ ശേഷം പിന്നെ മാസങ്ങളോളം 40 മുഷാവറ മെമ്പർമാരുടെ മുമ്പിൽ പിന്നെയും ചർച്ച ചെയ്ത് ചർവണം നടത്തി ബോധ്യപ്പെടുത്തിയതിന്റെ ശേഷമല്ലാതെ ഒരു കാര്യത്തിലും ഒരു തീരുമാനം ഇതുവരെ പറഞ്ഞിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞ ഒരു തീരുമാനം ഇന്നേ വരെ തിരുത്തേണ്ടി വന്നിട്ടും ഇല്ല, മാറി ചിന്തിക്കേണ്ടി വന്നിട്ടും ഇല്ല. അങ്ങനത്തെ ഒരു പ്രസ്ഥാനമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹത്തായ സംഘടന. ഈ സംഘടന അടുപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഇനി നമ്മൾ അധികം സംസാരിക്കണമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു കാര്യവും കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, വളരെ അപകടം പിടിച്ചൊരു കാര്യം. തബ്ലീഗ് നേതാക്കന്മാര് ഹക്കീമുൽ ഉമ്മത്ത് എന്ന പേരിൽ പറയുന്ന ആളാണ് ദാറുൽ ഉലൂമിന്റെ സ്ഥാപകനായ
ദൈവത്തിന്റെ സ്ഥാപകനായ നേരത്തെ പറഞ്ഞ ഖാസിം നാനൂത്തവി എന്ന് പറയുന്ന ആള്. അദ്ദേഹം മരിച്ചത് 1297 ഒരുപാട് ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത തബ്ലീഗ് നേതാവാണ് ആര്? ഖാസിം നാനൂത്തവി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വികലമായ ആശയങ്ങൾ സാമ്പിളിന് വേണ്ടി അതും കൂടെ ഞാൻ പറയട്ടെ. അദ്ദേഹം പറയാണ്, തഹ്സീർ എന്നൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്, പേജ് 8 അദ്ദേഹം പറയാ, ഖാത്തിമുൻ നബിയീൻ ബ്രാക്കറ്റിൽ അന്ത്യപ്രവാചകൻ. ഖാത്തിമുൻ നബിയീൻ എന്നതിന്റെ ഉദ്ദേശം കാലികമായ അന്ത്യമായിരുന്നുവെങ്കിൽ ഖാത്തിം എന്ന പദത്തിനു ശേഷം നുബുവത്തിന്റെ കാലം എന്ന അർത്ഥം വരുന്ന അറബി പദം പ്രയോഗിക്കുമായിരുന്നു അല്ലേ? എന്നാൽ അവിടെ നബിയീൻ അഥവാ നുബുവത്ത് ആണ് പ്രയോഗിച്ചിട്ടുള്ളത്. ആകയാൽ പ്രസ്തുത ഖുർആൻ വചനത്തിന് കാലികമായി അന്ത്യപ്രവാചകൻ എന്ന് അർത്ഥം സിദ്ധിക്കുന്നില്ല. എന്തേ പറഞ്ഞങ്ങൾക്ക് മനസ്സിലായോ അറിയില്ല. ഖാത്തിമുൻ നബിയീൻ, നബിമാരിയുടെ ഖാത്തിമിന് അർത്ഥം അവസാനം. നബിമാരിൽ അവസാനത്തെ ആൾ എന്നത് അവസാന കാലത്തെ ആൾ എന്ന് കാലം അവിടെ സൂചിപ്പിക്കാത്തതുകൊണ്ട് കാലങ്ങളിലേക്ക് ചേർത്തി ഇനി പിന്നാലെ നബിമാര് വരാത്ത കാലമായി തങ്ങളെ ശേഷമുള്ള കാലത്തെ കാണേണ്ടതില്ല. ഇനിയും നബിമാര് വന്നാലും ഖാത്തിമുൻ നബിയീൻ എന്ന പേര് റസൂലുള്ളാഹിക്ക് നിലനിൽക്കും. അതുകൊണ്ട് നബിമാർ ഇനിയും വരാം. അപ്പൊ നേരത്തെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ നബിയിന അഷ്റഫ് അലി താനവി എന്ന് ചൊല്ലിയത് അഷ്റഫ് അലി താനവി ഒരു നബിയാണെന്ന് സമ്മതിച്ചാൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഖത്ബുൻ നുബുവത്തിന് കാലം കൊണ്ട് അവസാനം എന്ന അർത്ഥമില്ല. നുബുവത്തിന്റെ ആ ദർജ കൊണ്ട് അവസാനം എന്നതാണ്. അത് എല്ലാ നബിമാരും മുഹമ്മദ് റസൂലുള്ളാഹിന്റെ നൂറിന്റെ ബാക്കിയല്ലേ. അപ്പൊ ഏറ്റവും ടോപ്പിൽ റസൂലുള്ളാഹി ആയതുകൊണ്ട് ആ സ്ഥാനം പോകൂല. വല്ലാത്തൊരു ദുർവ്യാഖ്യാനമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്ക്, അദ്ദേഹം വീണ്ടും പറയുന്നു, തഹ്ദീറിന്റെ 8-ാം പേജിലാണ് അപ്പൊ ഞാൻ വായിച്ചത്. ഇനി അദ്ദേഹം പറയാണ്, ഈ ഖാസിം നാനൂത്തവി, നബിയുടെ കാലത്തോ ശേഷമോ എവിടെയെങ്കിലും ഒരു നബിയുണ്ടെന്ന് സങ്കല്പിച്ചാലും ഇനി ഒരു നബി വരുമെന്ന് കരുതിയാലും നബിയുടെ ഖാത്തിമിയ്യത്ത് നിലനിൽക്കുന്നതാണ്. അതേ പുസ്തകത്തിന്റെ 13-ാം പേജ്. മറ്റൊന്നുകൂടി, ഇനി നബിയുടെ കാലശേഷം വല്ല നബിമാരും ജനിച്ചു എന്ന് സങ്കല്പിച്ചാലും മുഹമ്മദ് നബിയുടെ അന്ത്യപ്രവാചകത്വത്തെ അത് ബാധിക്കുകയോ വ്യത്യാസപ്പെടുകയോ ഇല്ല. തഹ്ദീർ എന്ന പുസ്തകത്തിന്റെ 25-ാം പേജ് കണ്ടോ? മറ്റൊന്ന്, അദ്ദേഹം തന്നെ പറയാ, അമ്പിയാക്കളും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം വിജ്ഞാനത്തിൽ മാത്രമാണ്. അമലുകളുടെ വിഷയത്തിൽ അമ്പിയാക്കളെക്കാൾ ഉമ്മത്ത് മികച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കാം. അപ്പോ കർമ്മരംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ മേലെ അനുയായികൾക്ക് പോകാൻ പറ്റുമെന്നാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത്. ദീനിനും സുന്നത്തെ ജമാഅത്തിനൊന്നും ഒക്കാത്ത വിശ്വാസങ്ങളാണ്. ഇത്തരം വിശ്വാസങ്ങളിലേക്കും ചിന്തകളിലേക്കും മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോയി എത്തിക്കുന്ന സാധുക്കൾ അവസാനം എത്തിപ്പെടുന്നത് ഏത് അബദ്ധഗർത്തത്തിലേക്കാണെന്ന് ഇത്രയും ഉദ്ധരണികൾ ഞാൻ എന്റെ വകയായി എന്റെ ആശയമായി ഞാൻ ഒന്നും പറഞ്ഞില്ല. തബ്ലീഗിന്റെ നേതാക്കന്മാർ, അവരാദരിക്കുന്ന അവരെ ഗുരുനാഥന്മാരായ വഹാബികളുടെ നേതാക്കന്മാർ അവർ പറഞ്ഞ വാക്കുകൾ മാത്രം പറഞ്ഞ് അതിനെ വിലയിരുത്തി ഞാൻ പറഞ്ഞത് മാത്രമേ എന്റെ വാക്കുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ വായിച്ച ഉദ്ധരണികൾ പേജും നമ്പറൊക്കെ വായിച്ചത്. ഇത്ര കൂടുതൽ വായിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഇന്നത്തെ ക്ലാസ്സോടുകൂടി തബ്ലീഗിസം എന്ന ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ നമ്മൾ തൗഹീദിനെ കുറിച്ച് പറഞ്ഞ പോലെ മറ്റേതെങ്കിലും ആദർശ വിഷയത്തിൽ നമുക്ക് ചർച്ച തുടരാം. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ തബ്ലീഗ് ജമാഅത്ത് എന്ന പ്രസ്ഥാനം തബ്ലീഗുകാരുടെ ബാഹ്യപ്രവർത്തനങ്ങൾ നോക്കിയല്ല വിലയിരുത്തേണ്ടതൊന്നും. അത് നോക്കി വിലയിരുത്തിയാൽ അത് കണ്ടിട്ട് കൂടുന്ന ആളുകളൊക്കെ അവസാനം എത്തിപ്പെടുന്ന സ്റ്റേജ് ഏതാണെന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ആ പ്രസ്ഥാനത്തെ വിലയിരുത്തേണ്ടതെന്നും നമ്മുടെ നേതാക്കന്മാർ അങ്ങനെ തന്നെ വിലയിരുത്തിയിട്ടുള്ളൂ എന്നും ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നല്ലത് പറഞ്ഞ് പഠിച്ച് പ്രചരിപ്പിച്ച് അതിനുവേണ്ടി നിലകൊള്ളാൻ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉസ്താദുമാർ പലരും മൈക്കിലൊക്കെ വരും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഇന്ന് കൂടുതൽ സമയമല്ല, തീരെ മൈക്കിലിരിക്കില്ല എന്ന് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.